तेरी गली में मौतो हयात मेरी दोनों तेरे लिए है, मरना तेरी गली में, जीना तेरी गली में। സർവാദരണീയരായ ശൈഖുന അലി ഉസ്താദ് അവർകൾ, മറ്റ് പണ്ഡിതന്മാർ, രക്ഷിതാക്കൾ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ മഹാനരായ ഒരാത്മജ്ഞാനിയുടെ മറ്റു സ്വാലിഹീങ്ങളുടെ അന്ത്യവിശ്രമം കൊണ്ട് അനുഗ്രഹീതമായ ഈ നാട്ടിൽ മഹത്തുക്കളെ ഓർത്തുകൊണ്ടും ദീനീയായ കാര്യങ്ങൾ ആളുകൾക്ക് പങ്കുവച്ചുകൊണ്ടും ആത്മീയമായ ലക്ഷ്യങ്ങളോടെ ഒരുക്കിയിട്ടുള്ള മഹനീയമായ സദസ്സിലാണ് നാം എല്ലാവരും ഉള്ളത്. അല്ലാഹു ജല്ല ജലാലുഹു നമ്മുടെ സദസ്സും സംഘാടനവുമെല്ലാം അവന് പ്രിയപ്പെട്ട സൽക്കർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ സദസ്സിലും ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരിലും ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരും രോഗങ്ങളുള്ളവരുമുണ്ട്. എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ശമനവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സദുദ്ദേശങ്ങൾ സഫലമാകാൻ ദുആ കൊണ്ട് ഏൽപ്പിച്ചവരും മനസ്സിൽ കരുതി സദസ്സിൽ എത്തിയവരുമുണ്ട്. അല്ലാഹു തആല നമ്മുടെ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, പരിശുദ്ധമായ റബീഉൽ അവ്വലിനെ സ്വാഗതം ചെയ്തുകൊണ്ട് ലോകത്തിന്റെ ദിക്കുമുക്കുകളിൽ വൈവിധ്യമാർന്ന പ്രോഗ്രാമുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുസ്മരിക്കുകയോ ജന്മമാസം പരിഗണിക്കുകയോ ജന്മദിനം ആഘോഷിക്കുകയോ വേണ്ടതില്ല എന്ന് പറഞ്ഞിരുന്നവർ തന്നെ റബീഉ ക്യാമ്പയിനുകൾ പ്രഖ്യാപിച്ച പോസ്റ്ററുകളും പ്രചാരണങ്ങളും എല്ലായിടത്തും നാം കാണുകയാണ്. ലോകത്തിന് മറച്ചുവെക്കാൻ സാധ്യമാവാത്ത എത്രമാത്രം ആരെങ്കിലും അത് നിഷ്പ്രഭമാക്കാൻ ശ്രമിക്കുന്നുവോ അത്രത്തോളം ഊർജത്തോടെ പ്രഭാവിതമായി കൊണ്ടിരിക്കുന്ന നേതൃത്വമാണ് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വ ആലിഹി വ അസ്ഹാബിഹി വസല്ലം. സ്വന്തം പ്രസ്ഥാനത്തിന്റെ നേതാവിനെ പറയേണ്ടതോ അനുസ്മരിക്കേണ്ടതോ ആഘോഷിക്കേണ്ടതോ ഇല്ല എന്ന് പറയുന്നവർ നമ്മുടെ മതത്തിന്റെ പേരിലുള്ള ചില ആളുകൾ അല്ലാതെ
ലോകത്തെവിടെയും ഉണ്ടാവില്ല. എന്നാൽ അതിനെയും മറികടക്കുന്ന രൂപത്തിൽ ഓരോ വർഷവും ഓരോ നിമിഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്ര പാരായണങ്ങളും ആഹ്ലാദഘോഷങ്ങളും സന്തോഷപ്രകാശനങ്ങളും വർദ്ധിതമായ പ്രാധാന്യത്തോടെ ലോകം ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ എന്റെ സദസ്സിനോട് ഓർമ്മപ്പെടുത്താനുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നാം സ്വീകരിക്കേണ്ടത് ഒരു സംഘടനാ നേതാവിനെ പോലെയല്ല, ഒരു പ്രസ്ഥാനത്തിന്റെ നായകരെ കാണുന്നത് പോലെയല്ല, ചെറുചില്ലറ ജീവകാരുണ്യ പ്രവർത്തനങ്ങളോ നവോത്ഥാന മുന്നേറ്റങ്ങളോ നടത്തിയ ഒരു ശ്രേഷ്ഠ വ്യക്തിത്വത്തെ പോലെയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ മാനങ്ങൾക്കും മാനദണ്ഡങ്ങൾക്കും അതീതമായ അത്യുന്നതമായ സ്വഭാവത്തിന്റെയും വ്യക്തിമാഹാത്മ്യങ്ങളുടെയും സമീക്ഷയാണ്. വിശ്വാസി ലോകത്തിന് അവരുടെ ആത്മാവിനേക്കാൾ കടപ്പെട്ടത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടാണ്. ആ പ്രവാചക ശ്രേഷ്ഠർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കടപ്പാട് അവിടുത്തെ തിരുചര്യകളെ അറിയുകയും പാലിക്കുകയും ചെയ്യുക എന്നതാണ്. എല്ലാത്തിനേക്കാളും എല്ലാവരെക്കാളും സ്നേഹിക്കുക എന്നത് അത്യുന്നതമായ ഒരു തലം. എന്നാൽ ആ സ്നേഹത്തിന്റെ ഒരു ഭാഗമാണ് ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതിഉ. അനുരാഗം പുലർത്തുന്നവരോട് അനുധാവനമുണ്ടാവുക എന്നത് അനിവാര്യമായ ഒരു പ്രവണതയാണ്. സ്നേഹിക്കുന്നവരെ പിന്തുടരുക എന്നത് പരിഗണനീയമായ ഒരു അധ്യായമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അനുകരണമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം. ഇസ്ലാം ഇവിടെ അവതരിപ്പിച്ചത് ചില നിയമത്തിന്റെ ബലിഷ്ഠങ്ങളായ ദണ്ഡുകൾ കൊണ്ടല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിർമ്മലവും സംഗീതാത്മകവും ആസ്വാദ്യപൂർണമായ ജീവിതത്തിലൂടെയാണ് ഇസ്ലാം അവതരിപ്പിക്കപ്പെട്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിനെ നടപ്പിലാക്കിയത് ഒരു നിയമപാലനത്തിന്റെ ദണ്ഡുകൊണ്ടോ ഒരു നിയമപാലകന്റെ യൂണിഫോം കൊണ്ടോ അല്ല. അങ്ങനെയായിരുന്നുവെങ്കിൽ അനുസരിക്കാൻ കുറച്ച് പ്രയാസമുണ്ടായേനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിനെ അവതരിപ്പിച്ചത് അനുഭൂതിദായകമായ ഒരു സംഗീതം പോലെയുള്ള ജീവിതത്തിലൂടെയാണ്. അതിന്റെ രാവും പകലുമെല്ലാം മനോഹരമായ താളങ്ങളാണ്. അവിടുത്തെ ചെയ്തികൾക്ക് മുഴുവനും ശോഭനമായ ഒരു സംഗീതത്തിന്റെ മധുരമുണ്ട്. ആ സംഗീതാത്മകമായ ജീവിതത്തിലേക്ക് ലയിച്ചു ചേർന്നവരാണ് സ്വഹാബികൾ.
ആ ലയനത്തിൽ നിന്നുള്ള അനുകരണങ്ങളെയും അനുരണനങ്ങളെയും ഏറ്റെടുത്തവരാണ് താബിഉകൾ. ആ തുടർ ഗായകരോട് ചേർന്നു നിന്ന് പാടിയവരാണ് താബിഉകൾ. എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ ഇസ്ലാം ഇവിടെ അവതരിപ്പിക്കപ്പെട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശുഭ്രമായ ജീവിതത്തിന്റെ അവതരണത്തിലൂടെയാണ്. അതുകൊണ്ടാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മൻ യഇശ് മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറാ. എനിക്ക് ശേഷം ജീവിക്കുന്ന ആളുകൾ പല അഭിപ്രായ വ്യത്യാസങ്ങളും അഭിമുഖീകരിക്കും. പലവിധങ്ങളായ വീക്ഷണ വൈജാത്യങ്ങളും ചിന്താ വ്യതിയാനങ്ങളും വരും. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് ഫഅലൈക്കും ബിസുന്നതി, എന്റെ ചര്യയെ നിങ്ങൾ പരിപാലിക്കുക. വസുന്നത്തുൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ, സച്ചരിതരും സന്മാർഗികളുമായ സ്വഹാബത്തിന്റെ അനുചരന്മാരുടെ ജീവിതത്തെ നിങ്ങൾ അനുകരിക്കുക. ഇതാണ് നിങ്ങളുടെ എന്നേക്കുമുള്ള രക്ഷയുടെ വഴി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മധുരമായ ജീവിതത്തെയും സ്വഹാബത്തിന്റെ മധുരോദരമായ ജീവിത തുടർച്ചകളെയും നിങ്ങൾ സംവഹിക്കുകയും പുലർത്തുകയും ചെയ്യുക. ഇതാണ് നിങ്ങൾക്കുള്ള മോക്ഷത്തിന്റെ മാർഗം. ഇത് കേവലമായ ചില ആദർശ തർക്കങ്ങളിലേക്ക് മാത്രമുള്ളതല്ല. ചില ആചാരങ്ങളെക്കുറിച്ചുള്ള ഗണ്ണന മണ്ഡനങ്ങൾക്ക് മാത്രമുള്ളതല്ല. സമ്പൂർണമായ ജീവിതഘട്ടങ്ങളിലേക്ക് കടന്നുവരുന്ന പുതുമകളെയും കാലാന്തരത്തിൽ ജീവിതത്തെ മാറ്റിയെഴുതിക്കൊണ്ടിരിക്കുന്ന സംവിധാനങ്ങളെയും എങ്ങനെയാണ് അഭിമുഖീകരിക്കേണ്ടത് എന്ന് വളരെ കൃത്യമായി തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നാം തുടരേണ്ടുന്ന നമ്മുടെ ജീവിതത്തിന്റെ ഒരു മാപ്പിനിയായി, ഒരു ദർശനമായി മുന്നിൽ വെക്കേണ്ട നേതാവാണ് എന്നിടത്തേക്ക് നമ്മൾ ഉയരണം. താൽക്കാലികമായ ചില സ്നേഹവികാരങ്ങൾ, വാക്കുകൊണ്ട് പറയുന്ന ചില നേതൃത്വ പ്രഖ്യാപനങ്ങൾ, അതിൽ നിന്നെല്ലാം ഉപരിയായി എന്റെ ജീവിതത്തിന്റെ ഇടപാടുകളെയും ഇടപെടലുകളെയും ഇടവഴികളെയും ഏതുവിധത്തിൽ ക്രമീകരിക്കണം എന്ന് നബി ജീവിതത്തെ നോക്കി ചിട്ടപ്പെടുത്തുന്നിടത്തേക്ക് നിങ്ങൾ വളരണം. എന്റെ സംഭാഷണം, അതിന് നബവി മദ്രസയിൽ നിന്നുള്ള ചില മര്യാദകളുണ്ട്, അത് ഞാൻ പാലിക്കണം. നിങ്ങൾ സദസ്സിലിരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിലിരുന്ന സ്വഹാബത്ത് പാലിച്ച ചില മര്യാദകൾ, അത് നിങ്ങൾ പാലിക്കണം. നമ്മൾ നിസ്കാരം കഴിഞ്ഞു വരുന്നു, ഭക്ഷണം കഴിച്ചു വരുന്നു, അതിലെല്ലായിടത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചില മാതൃകകളുണ്ട്. ആ മാതൃകയെ അപ്പടി പുലർത്താൻ, പകർത്താൻ ഒരുങ്ങണം. ഇങ്ങനെ നമ്മുടെ ജീവിതത്തെ മുഴുവനും തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശിഷ്ട ജീവിതത്തോട് ചേർത്തു വെക്കണം. ആ ചേർത്തുവെപ്പിലൂടെയാണ് ഇസ്ലാം നമ്മളിൽ പുലരുന്നത്. അതിനെ പരിഗണിക്കാതിരിക്കുമ്പോഴാണ് ഇസ്ലാം നമുക്കന്യമാവുന്നത്. കാരണം ഇസ്ലാം എന്ന് പറയുന്നത് ഏറ്റവും ഫോർസൈറ്റുള്ള ഒരു മതമാണ്, ഏറ്റവും ദീർഘവീക്ഷണമുള്ള ഒരു ദർശനമാണ്. ഇതിന്റെ ദാർശനിക വ്യാപ്തിയെ അത്ഭുതത്തോടുകൂടി നോക്കിയവരാണ്
കഴിഞ്ഞുപോയ ശാസ്ത്രകാരന്മാർ ആ മനോഹരമായ ഇസ്ലാമിക ദർശനങ്ങളുടെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാഠഭാഗങ്ങളുടെ ദീർഘവീക്ഷണങ്ങൾക്ക് മുമ്പിൽ കൈകൂപ്പുകയും അസ്തമിക്കുകയും ചെയ്തവരാണ് മോഡേൺ സയന്റിസ്റ്റുകൾ. അതുകൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇലാഹി ദർശനത്തിൽ നിന്ന് മാനവിക മാർഗത്തെ അടയാളപ്പെടുത്തുകയായിരുന്നു. വമാ യന്തിഖു അനിൽ ഹവാ, സ്വേച്ഛപ്രകാരം അവിടുന്ന് സംഭാഷണം നടത്തുകയില്ല. ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ, അല്ലാഹുവിൽ നിന്നുള്ള ദിവ്യ സന്ദേശം, ഇലാഹി സന്ദേശം അതടിസ്ഥാനപ്പെടുത്തി മാത്രമാണ് അവിടുത്തെ സംഭാഷണം. അതുകൊണ്ട് നിങ്ങൾ എന്തായി തീരണമെന്ന് അല്ലാഹു ആഗ്രഹിക്കുന്നുവോ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയി നമ്മുടെ മുമ്പിൽ നിന്നു തന്നു. ഇതാണ് ഇസ്ലാമിന്റെ ആവിഷ്കാരം, ഇതാണ് ഇസ്ലാമിന്റെ അവതരണം. അവിടെയാണ് മുഴുവൻ ശാസ്ത്രകാരന്മാരും പരാജയപ്പെട്ടു പോയത്. Thinking where Muhammad came from, I think it is almost impossible that he could have known about things like the common origin of the universe, because scientists have only found out within the last few years with very complicated and advanced technological methods that this is the case. ആധുനിക ശാസ്ത്രകാരന്മാർ ക്ലിഷ്ടമായ സാങ്കേതിക മാർഗത്തിലൂടെ കണ്ടെത്തുകയും ഗവേഷണം ചെയ്യുകയും ചെയ്ത ദുർഘടമായ വിഷയങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാണ് കാലങ്ങൾക്ക് മുമ്പ് ഇത്ര മനോഹരമായി അവതരിപ്പിച്ചത്? കേവലമായ ഒരു മാനുഷിക അവലംബമാണോ? കേവലമായ ഒരു മാനുഷിക വിചാരമാണോ? അല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതെല്ലാം പറഞ്ഞത് അല്ലാഹുവിൽ നിന്നുള്ള ദർശനത്തിലൂടെയാണ്. അവസാനം ഈ ലേഖനത്തിന്റെ ഒടുവിൽ സയന്റിസ്റ്റുകൾ എഴുതുന്നത് ഇങ്ങനെയാണ്: പ്രൊഫസർ കോണർ, വൺ ഓഫ് ദി വേൾഡ്സ് മോസ്റ്റ് ഫേമസ് ജിയോളജിസ്റ്റ്, വിശ്വപ്രസിദ്ധനായ ജിയോളജിസ്റ്റ്, അദ്ദേഹത്തിന്റെ പ്രബന്ധത്തിൽ എഴുതുകയാണ്, ഇതെല്ലാം ഞാൻ വായിക്കുമ്പോൾ, പ്രവാചക ജീവിതത്തിൽ നിന്ന് ശാസ്ത്രീയ അന്വേഷണങ്ങളെ അറിയുമ്പോൾ, and that many of the statements made in the here at the time could not be proven, but that modern scientific methods are now in a position to prove what Muhammad said 1400 years ago. 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് പ്രവാചക ശ്രേഷ്ഠർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തു പറഞ്ഞുവോ അത് പര്യവേക്ഷണങ്ങളിലൂടെ തെളിയിക്കുകയാണ് ഇന്നത്തെ ശാസ്ത്രകാരന്മാർ ചെയ്യുന്നത്. കാലയെ കൂട്ടിയത് പറഞ്ഞു വെക്കാനുള്ള മുഴുവൻ സാരങ്ങളും എവിടെ നിന്ന് ലഭിച്ചു എന്ന് പറഞ്ഞാൽ ഫ്രം ദി ഡിവൈൻ സോഴ്സ്, ആധ്യാത്മികമായ ഒരു അവലംബത്തിൽ നിന്ന്, ദൈവികമായ ഒരു സോഴ്സിൽ നിന്ന്, പ്രഭാവത്തിൽ നിന്ന്, അവിടെ നിന്നാണ് ഇത് മുഴുവനും ലഭിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലെ, ഇസ്ലാമിനെ പോലെ, ഖുർആനിനെ പോലെ ഇത്ര ദീർഘമായ കാഴ്ചപ്പാടുള്ള ഒരു മതം ലോകത്തില്ല. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നമുക്കുള്ള കടമയും കടപ്പാടും എവിടെയെന്ന് ചോദിച്ചാൽ നമ്മുടെ ജീവിതത്തെ മുഴുവനും ആ നബി ജീവിതത്തോട് തുലനപ്പെടുത്തുക, അല്ലെങ്കിൽ അനുകരിക്കുക എന്നതാണ്. അങ്ങനെ അനുകരിക്കുമ്പോഴാണ് ഓരോ വിശ്വാസിയും ശരിയായ വിശ്വാസതലത്തിലേക്ക് എത്തുന്നത്. പരിശുദ്ധമായ ഖുർആൻ പറയുന്നത്, لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا. അല്ലാഹുവിനെ ഏറെ അനുസ്മരിക്കുകയും അന്ത്യനാളിനെ പ്രതീക്ഷിക്കുകയും അന്ത്യനാളിനെയും അല്ലാഹുവിന്റെ പ്രീതിയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവർക്കുള്ള ഉത്തമമായ മാതൃക
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലുണ്ട്. നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണോ? അന്ത്യനാളിനെ കുറിച്ച് ബോധമുള്ളവരാണോ? എന്നാൽ നിങ്ങളുടെ റോൾ മോഡൽ, നിങ്ങളുടെ ജീവിതത്തിന്റെ വഴി അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അങ്ങനെ നിങ്ങൾ കൃത്യമായി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുകരിക്കാൻ ചിന്തിക്കുന്ന വിശ്വാസിയാണെങ്കിൽ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, وما كان لمؤمن ولا مؤمنة إذا قضى الله ورسوله أمرا أن يكون لهم الخيرة من أمرهم. അല്ലാഹുവും റസൂലും ഒരു കാര്യം തീരുമാനിച്ചാൽ പിന്നെ അതിൽ മറ്റൊരഭിപ്രായം പറയാൻ ഉണ്ടാവരുത്. ഏതൊരു വിഷയത്തിലും അല്ലാഹുവും റസൂലും എന്തു പറഞ്ഞുവോ പിന്നീട് ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ യഥാർത്ഥ വിശ്വാസം വരുന്നില്ല. ഏതൊരു മേഖലയിലും അല്ലാഹുവിന്റെയും റസൂലിന്റെയും മാർഗം ഏതാണ്, അതിൽ തൃപ്തിപ്പെടുന്നവനാണ് യഥാർത്ഥ വിശ്വാസി. റളീനാ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ്യൻ വറസൂലാ. വിശ്വാസികളായ ആളുകളുടെ നയരേഖയാണിത്. റളീനാ ബില്ലാഹി റബ്ബൻ, അല്ലാഹുവിനെ റബ്ബായി ഞങ്ങൾ തൃപ്തിപ്പെട്ടിരിക്കുകയാണ്. വബിൽ ഇസ്ലാമി ദീനൻ, ജീവിത വ്യവസ്ഥിതിയായി ഇസ്ലാമിനെ ഞങ്ങൾ പൊരുത്തപ്പെട്ടിരിക്കുകയാണ്. വബിമുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ്യൻ വറസൂലാ, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകരും അല്ലാഹുവിലേക്ക് നമ്മളെ ചേർത്തു തരുന്ന മധ്യവർത്തിയും ആയി ഞാൻ സ്വീകരിച്ചിരിക്കുകയാണ്. റസൂൽ എന്ന പ്രയോഗത്തിന്റെ വ്യാപകമായ അർത്ഥം ആദരണീയരായ ഉസ്താദ് അവർകൾ ഉദ്ഘാടന ഭാഷണത്തിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെയും അല്ലാഹുവിന്റെയും ഇടയിലുള്ള മധ്യവർത്തിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ പ്രവാചക ശ്രേഷ്ഠനെ നാം അംഗീകരിച്ചു, ഇസ്ലാമിനെ നാം സ്വീകരിച്ചു, അല്ലാഹുവിന്റെ ഉലൂഹിയ്യത്തിനെ നമ്മൾ തൃപ്തിപ്പെട്ടു. ഇതാണ് നമ്മുടെ ഓരോരുത്തരുടെയും അടിസ്ഥാനപരമായ ഗുണമായി ഉണ്ടാവേണ്ടത്. ആ ഗുണത്തിൽ നിന്നാണ് ഇസ്ലാം ഇവിടെ ഉണ്ടാവുന്നത്. വരട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജീവിതത്തിൽ ആത്യന്ത്യം ഉൾക്കൊള്ളുകയും സ്വീകരിക്കുകയും ചെയ്യുക, അവിടുത്തെ തിരുചര്യകളെയും സുന്നത്തുകളെയും മാനിക്കുക, ഇതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യത. എവിടെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യകളെ അവഗണിക്കുന്നുവോ അവിടെയാണ് ഇസ്ലാം മരിക്കുന്നത്. ഇസ്ലാം മരിക്കുക എന്ന് പറഞ്ഞാൽ തുർക്കിയിൽ സ്ഫോടനമുണ്ടാവുക എന്നല്ല. ഇസ്ലാം മരിക്കുക എന്ന് പറഞ്ഞാൽ പലസ്തീനിൽ ഇസ്രായേൽ ആക്രമണമുണ്ടാവുക എന്നല്ല. ഇസ്ലാം മരിക്കുക എന്ന് പറഞ്ഞാൽ ഇറാഖിൽ യുദ്ധമുണ്ടാവുക എന്നല്ല. ഇസ്ലാം മരിക്കുക എന്ന് പറഞ്ഞാൽ സുന്നത്തുകൾ ഓരോന്നോരോന്നായി ഇല്ലാതെയാവുക എന്നാണ്. മഹാനായി ഇബ്നു അത്താഇല്ലാഹി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചതുപോലെ സുന്നത്തുകൾ ഓരോന്ന് മരിക്കുക വഴിയാണ് ഇസ്ലാം മരിക്കുക. തീന്മേശയിൽ എന്തു ചെയ്യണമെന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മര്യാദകൾ കാണിച്ചു തന്നു. അത് പാലിക്കുമ്പോൾ അവിടെ ഇസ്ലാം ഉണ്ട്, അത് അവഗണിക്കുമ്പോൾ അവിടുത്തെ ഇസ്ലാം മരിച്ചു. കച്ചവടക്കാരനും ഇടപാടുകളും എങ്ങനെയാകണമെന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. നീതിനിഷ്ഠമാകണം, സത്യസന്ധമാകണം, വിശ്വസ്തയോടെയാവണം, പരസ്പര തൃപ്തിയോടെയാവണം, ചീറ്റിംഗ് പാടില്ല. ഇങ്ങനെയുള്ള ഒരുപാട് മാനങ്ങളെയും മാനദണ്ഡങ്ങളെയും ബിസിനസ്സിൽ ഇസ്ലാം വെച്ചിട്ടുണ്ട്. അതെല്ലാം പാലിക്കുന്ന കച്ചവടക്കാരൻ നാളെ അല്ലാഹുവിങ്കൽ ആദരവുള്ളവനാണ്. അതേസമയത്ത് ആ കച്ചവട മേഖലയിലെ നീതിയും ന്യായവും നിഷ്ഠയും പ്രവാചക ചര്യകളും അവഗണിക്കപ്പെടുമ്പോൾ അവിടുത്തെ ഇസ്ലാം മരിച്ചു. അവിടുത്തെ ഇസ്ലാം മരിച്ചു. വിവാഹം എങ്ങനെയാവണം, വിവാഹ സദ്യകൾ ഏതു മാനങ്ങൾ പാലിക്കണം,
ചടങ്ങുകളിൽ ഏത് നീതികൾ ഉണ്ടാവണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്നു. ആ പറഞ്ഞു തന്നത് പുലരുന്ന വിവാഹ സദ്യ, അത് പാലിക്കപ്പെടുന്ന നിക്കാഹ് സദസ്, അത് സംരക്ഷിക്കപ്പെടുന്ന നമ്മുടെ ആഘോഷങ്ങൾ, ഇസ്ലാം അവിടെ ഉദിച്ചു നിൽക്കുകയാണ്. അതേ സമയത്ത് പ്രവാചക പാഠങ്ങൾ അവഗണിച്ചു. നിർദ്ദേശങ്ങളെ നമ്മൾ പരിഗണിക്കാതെയായി. എന്നാൽ അവിടത്തെ ഇസ്ലാം മരിച്ചുപോയി. ഒരു ഹൈന്ദവ സഹോദരന്റെ മകളുടെ കല്യാണം ഒരു ഓഡിറ്റോറിയത്തിൽ, തൊട്ടടുത്ത ഓഡിറ്റോറിയത്തിൽ മറ്റൊരു സഹോദരന്റേത്, മുസ്ലിം സഹോദരന്റേത്. വ്യത്യാസം എന്താണുള്ളത്? ഒരു ഭാഗത്ത് നിക്കാഹ് ഉണ്ടായിരുന്നു എന്ന് മാത്രം. ബാക്കിയുള്ളതിലൊന്നും വ്യത്യാസമില്ല. എന്നാൽ അവിടെ ഇസ്ലാം മരിച്ചിരിക്കുകയാണ്. ഇസ്ലാം മരിച്ചുപോയി. ഇങ്ങനെ ഓരോ മേഖലയിലും നിങ്ങൾ തിരുചര്യകളെ മാനിക്കാതെ വരുമ്പോൾ യമൂത്തുൽ ഇസ്ലാമു സുന്നത്തൻ വസുന്ന, ഇസ്ലാം മരിക്കും ഓരോരോ സുന്നത്തുകൾ ഉപേക്ഷിക്കുക വഴി, അല്ലെങ്കിൽ മരിക്കുക വഴി. ഇസ്ലാം മരിക്കുന്നത് അങ്ങനെയാണ്. നമ്മൾ ഓരോരുത്തരും ആലോചിച്ചു നോക്കൂ. നമ്മുടെയൊക്കെ ഒരു 10 കൊല്ലത്തിന് മുമ്പ് നമ്മുടെ വീടുകളിൽ, നാടുകളിൽ, പള്ളികളിൽ പരിഗണിച്ചിരുന്ന ഒരുപാട് ചര്യകൾ ഇന്ന് ഇല്ലാതെയായിപ്പോയി. അവിടെയെല്ലാം ഇസ്ലാം മരിക്കുകയാണ്. അവസാനം ഇതെല്ലാം സീറോയിലേക്ക് എത്തുമ്പോൾ പൂർണ്ണമായും അവിടെ ഇസ്ലാം ഇല്ലാതെയാവുകയാണ്. മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തരുന്ന ഒരു മുന്നറിയിപ്പ് മാത്രം നിങ്ങളോട് പറയാം. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഹുദൈഫത്ത് ബിനുൽ യമാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, കാന الناس يسألون رسول الله صلى الله عليه وسلم عن الخير. ജനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നന്മയെക്കുറിച്ച് അന്വേഷിക്കുമായിരുന്നു. വകുന്തു അസ്അലുഹു അനി ശർ. ഞാൻ നാശത്തെക്കുറിച്ച് തങ്ങളോട് അന്വേഷിക്കുമായിരുന്നു. ഞാൻ അങ്ങനെ ചോദിക്കാൻ കാരണം നാശങ്ങൾ വന്നു ഭവിക്കാതിരിക്കാനാണ്. എല്ലാവരും നല്ലതും മേന്മയും നേട്ടവും അന്വേഷിക്കും. ഞാൻ തങ്ങളോട് ചോദിക്കാറുള്ളത് വിനാശങ്ങളെ കുറിച്ചാണ്. അത് നമ്മെ പ്രാപിക്കാതിരിക്കാൻ എന്തു ചെയ്യും എന്ന് ഒരു കരുതലിന് വേണ്ടി. ഞാൻ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, ഇന്നാ കുന്നാ ഫീ ജാഹിലിയ്യത്തിൻ വശർ. ഞങ്ങൾ വിവരശൂന്യതയിലും നാശത്തിലുമായിരുന്നു. ഫജാഅന അല്ലാഹു ബിഹാദൽ ഖൈർ. ഈ നന്മ അല്ലാഹു തആല ഞങ്ങൾക്ക് നൽകി. പുണ്യനബി തങ്ങളുടെ ആഗമനം, ഇസ്ലാമിന്റെ അവതരണം, ഖുർആനിന്റെ അവതരണം, ഈ നന്മകളെല്ലാം നമുക്ക് ലഭിച്ചു. ഫഹൽ ബഅദ ഹാദൽ ഖൈരി ശർ. ഈ നന്മയ്ക്ക് പിന്നിൽ ഒരു നാശം ഇനി വരാനുണ്ടോ? ഖാല നഅം. അതെ, വരാനുണ്ട്. ഹൽ ബഅദ ദാലിക ശർരി മിൻ ഫഹൽ ബഅദ ദാലിക ശർരി മിൻ ഖൈർ. ആ നാശത്തിനു ശേഷം പിന്നെ ഒരു നന്മ വരാനുണ്ടോ? അതെ, ഉണ്ട്. എന്നാൽ ഈ നാശവും ഈ നഷ്ടവും എല്ലാം വരുന്നത് എങ്ങനെയാണ്? ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖൗമുൻ യസ്തന്നൂന ബിഗൈരി സുന്നതി. എന്റേതല്ലാത്ത ചര്യകളെ ജനങ്ങൾ പിന്തുടരും. അങ്ങനെയാണ് ഇവിടെ നാശമുണ്ടാവുക. എന്റെ ചര്യകളെ ജനങ്ങൾ അവഗണിക്കും. എന്റെ മാർഗത്തിൽ നിന്ന് ആളുകൾ മാറി സഞ്ചരിക്കും. ഈ ഒരവസ്ഥയിലേക്ക് ജനങ്ങൾ വരും. അവിടെയാണ് നാശങ്ങൾ മുഴുവനും വന്നു ഭവിക്കുക എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. പ്രിയമുള്ളവരെ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സർവാത്മന സ്വീകരിക്കുക. ഇതാണ് സ്വഹാബത്തിന്റെ മാർഗം. അവിടെ എല്ലാത്തിനേക്കാളും ഉയർന്നു നിൽക്കുന്നത് സ്നേഹമാണ്. അനുകരണം, അനുസരണം എന്നത് സ്നേഹത്തിന്റെ ഒരു പാർട്ട് മാത്രമാണ്. റബീഉൽ അവ്വൽ മാസമാകുമ്പോൾ എല്ലായിടത്തും നബി സ്നേഹത്തിന്റെ ആഘോഷങ്ങൾ, പ്രവാചക സ്നേഹത്തിന്റെ അലയൊലികൾ സ്വാഭാവികമായും വരികയാണ്. അതേ സമയത്ത് ഇപ്പോഴൊക്കെ ചില സ്ഥലങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചര്യയെ പിൻപറ്റലാണ് സ്നേഹം എന്ന് എഴുതി വച്ചിരിക്കുന്നു. അവർക്ക് സ്നേഹവും അറിയില്ല, ചര്യവും അറിയില്ല. സ്നേഹവും ചര്യയും രണ്ടു മാനങ്ങളോടെയാണുള്ളത്. നബി സ്നേഹം എന്ന് പറയുന്നത്, സ്നേഹം എന്നതൊരു വികാരമാണ്. അത് നിയമത്തിന്റെ അളവുകോലിനേക്കാൾ വിശാലമായൊരു ലോകമുള്ളതാണ്. നിയമപരമായി പറഞ്ഞാൽ ഈ ടവറിന്റെ വില 50 രൂപയായിരിക്കാം. ആദരണീയരായ ഒരു ഗുരുവര്യർ നൽകിയതാണെങ്കിൽ ഇതിന്റെ വാല്യൂ അതല്ല. എന്റെ ഇഷ്ടപ്പെട്ട ഒരു സ്നേഹി നൽകിയതാണെങ്കിൽ ഇതിന്റെ വാല്യൂ അതല്ല. ഇങ്ങനെ എല്ലാത്തിനും വ്യത്യസ്തങ്ങളായ മാനങ്ങളുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ മണ്ണാർക്കാട്ട് നിൽക്കുമ്പോൾ സുന്ദരിയായ ഒരു ചെറുപ്പക്കാരി ആക്സിഡന്റിൽ പെടുന്നു. സ്വാഭാവികമായും നമുക്ക് ഫീൽ ചെയ്യും ഒരു ആക്സിഡന്റ് കണ്ടതിന്റെ ഫീലിംഗ്. എന്നാൽ അത് അല്പനിമിഷം കഴിയുമ്പോൾ മാറുകയാണ്. സൗന്ദര്യമുണ്ട്, കുമാരിയാണ്, ആകർഷകത്വമുണ്ട്, എല്ലാം ശരി. പക്ഷേ ഞാൻ വീട്ടിലേക്ക് വരുമ്പോൾ എന്റെ ഉമ്മയൊന്ന് 90 വയസ്സായ എന്റെ മാതാവ് ഒന്ന് വഴുതി വീണിരിക്കുന്നു. ഞാൻ കരയുന്നു, പിന്നിലോടുന്നു, ആശുപത്രിയിലേക്ക് പോകുന്നു. ഇവിടെ എന്നെ ഈ കരയിപ്പിച്ച ഘടകം എന്താണ്? എനിക്കെന്റെ ഉമ്മയോടുള്ള ബന്ധമാണ്. അപ്പുറത്ത് കണ്ട ആക്സിഡന്റ് പല മാനങ്ങളാലും പല മാനദണ്ഡങ്ങളാലും വലുതാണ്. പക്ഷെ എന്നെ അത് ഡയറക്റ്റ് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നില്ല, എഫക്ട് ചെയ്യുന്നില്ല. കാരണം എന്റെ ഹൃദയത്തിൽ അത്ര ബന്ധമേ ആ കുട്ടിയോടുള്ളൂ. ഒരു മാനുഷികമായ ബന്ധം അതേ ഉള്ളൂ. എന്റെ മാതാവ് മാനുഷികതയ്ക്കപ്പുറമുള്ള ആദരവിന്റെയും സ്നേഹത്തിന്റെയും അത്യുന്നതിയിൽ നിൽക്കുന്നവരാണ്. അതെന്നെ ബാധിക്കുന്നു. ഇതുപോലെ എല്ലാ വിഷയങ്ങൾക്കും കൃത്യമായ ഒരു സ്നേഹത്തിന്റെ തലമുണ്ട്, വിധാനമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഫുട് പ്രിന്റ്സുകളെ, കാൽപ്പാടുകളെ ഫോളോ അപ്പ് ചെയ്യുക എന്നത് മാത്രമല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം എന്ന ഒരു വികാരം. അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ മഹാനായ സയ്യിദുനാ സയ്യിദ് ബിൻ ദസന്ന റളിയല്ലാഹു അൻഹു, മഹാനായ സ്വഹാബി, മക്കയിൽ നിന്ന് 7 കിലോമീറ്റർ ദൂരമുള്ള തൻഈം, ഇന്ന് മസ്ജിദ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ പേരിലുള്ള പള്ളി നിലകൊള്ളുന്ന സ്ഥലം. അതിന്റെ മെഹ്റാബിലേക്ക്, കഅബയിലേക്ക് തിരിഞ്ഞു നിൽക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഒരു മലഞ്ചെരിവ്. അവിടെ ഒരു നാൾ സയ്യിദ് ബിൻ ദസന്ന റളിയല്ലാഹു അൻഹുവിനെ കഴുമരത്തിന്റെ താഴെ നിർത്തിയിരിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, സയ്യിദേ, നിങ്ങളെ ഈ കഴുമരത്തിൽ നിന്ന് രക്ഷിക്കാം. ഒരു കാര്യം ചെയ്താൽ മതി. നിങ്ങളുടെ ഈ സ്ഥാനത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിരുന്നെങ്കിൽ എന്നൊരു കണ്ടീഷണൽ, ഒരു സാങ്കല്പികം, അല്ലെങ്കിൽ കേവലം ഒരു വാചകം നിങ്ങൾ പറഞ്ഞാൽ മതി. എന്നാൽ നിങ്ങൾക്ക് ഈ കഴുമരത്തിൽ നിന്ന് മോചനം തരാം. സയ്യിദ് ബിൻ ദസന്ന റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി എന്തായിരുന്നു? അങ്ങനെ പറഞ്ഞു രക്ഷപ്പെടുകയായിരുന്നില്ല. അങ്ങനെ ഒരു വാചക പ്രയോഗം നടത്തി മോചനം നേടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് ചെന്നാൽ തങ്ങൾക്ക് സന്തോഷമായിരിക്കും. കാരണം എന്താണ്? എന്റെ ഒരു അനുയായി രക്ഷപ്പെട്ടല്ലോ എന്ന്. അങ്ങനെ ഒരു ദുർഘടസന്ധിയിൽ അത് പറയൽ നിയമപരമായി വിരോധമുള്ള കാര്യമല്ല. പക്ഷേ മഹാനായ സ്വഹാബിയുടെ മനസ്സിലുണ്ടായിരുന്ന നബി സ്നേഹം അത് പറയാൻ അനുവദിച്ചില്ല. മഹാനായ സ്വഹാബി പറയുകയാണ്, ഞാൻ എന്റെ വീട്ടിൽ സ്വച്ഛമായിരിക്കുന്ന നേരത്ത് എന്റെ നേതാവായ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലിൽ ഒരു മുള്ളു കൊള്ളുന്നത് പോലും എനിക്കിഷ്ടമുള്ളതല്ല, സഹിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് ഈ സ്ഥാനത്ത് നബി തങ്ങളായിരുന്നെങ്കിൽ എന്നൊരു വാചകം പറഞ്ഞിട്ട് എനിക്ക് മോചനം വേണ്ട. എന്റെ കഴുത്തിതാ കഴുകുമരത്തിലേക്ക് നീട്ടിത്തരികയാണ്. എന്റെ കഴുത്തിതാ നിങ്ങൾക്ക് ബന്ധനസ്ഥനാക്കാവുന്നതാണ്. ഞാനിവിടെ നിന്ന് നിങ്ങൾ വിരിക്കുന്ന ശിക്ഷ അനുഭവിക്കാൻ റെഡിയാണ്. എന്റെ നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെയായിരുന്നെങ്കിൽ എന്നെനിക്കൊരിക്കലും പറയാൻ സാധ്യമല്ല.
ഇവിടെ മഹാനായ സയ്യിദ് ബിൻ ദസന്ന റളിയല്ലാഹു അൻഹു പാലിക്കുന്നത് സ്നേഹത്തിന്റെ പരാമർശമാണ്, നിയമത്തിന്റെ പരാമർശമല്ല. സ്നേഹവും നിയമവും രണ്ടാണ്. മാർഗങ്ങളെ അനുസരിക്കുക എന്നതും ഹൃദയത്തിൽ ഏറ്റെടുക്കുക എന്നതും രണ്ടും വ്യത്യസ്തങ്ങളായ ലോകമാണ്. അതുകൊണ്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വേണ്ട വിധത്തിൽ സ്നേഹിക്കുന്നതിന്റെ ഒരു ഭാഗമാണ് ഇത്തിബാഉ സുനനി റസൂലില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുചര്യകളെ പിൻപറ്റലാണ്. അതാണ് മഹാന്മാരായ ആളുകൾ ചോദിക്കുന്നത്, കിസ് ബാത് കീ കമീ ഹേ ആഖാ തെരീ ഗലീ മേ. നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാർഗത്തിലാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് കുറവുള്ളത്? ദുനിയാ തെരീ ഗലീ മേ ഉഖബാ തെരീ ഗലീ മേ. ഈ ദുനിയാവിലെ വിജയവും ആഖിറത്തിലെ വിജയവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാർഗത്തിൽ നിങ്ങൾ സഞ്ചരിച്ചാൽ, ഹബീബായ തങ്ങളുടെ വഴിയിൽ വന്നാൽ നിങ്ങൾക്ക് രണ്ട് ലോകത്തും വിജയമാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രസിദ്ധമായ പ്രഖ്യാപനം, എല്ലാവരും സ്വർഗത്തിൽ കടക്കുന്നതാണ്, ഇല്ലാ മൻ അബാ, വിസമ്മതിച്ചവർ ഒഴികെ. ഉടനെ മഹാന്മാരായ സ്വഹാബത്ത് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ആരാണ് സ്വർഗം വേണ്ടാന്ന് പറയുക നബിയേ? ഫമൻ യബാ യാ റസൂലല്ലാഹ്, ആരാണ് സ്വർഗം വേണ്ടാന്ന് പറയുക? ഉടനെയാണ് ലോകഗുരുവായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടിയാണ്, ആരെങ്കിലും എന്നെ അനുസരിച്ചാൽ മൻ അത്വഅനീ ദഖലൽ ജന്ന വമൻ അസാനീ ഫഖദ് അബാ. ആരെങ്കിലും എന്നെ അനുസരിച്ചാൽ അവൻ സ്വർഗത്തിലേക്ക് കടക്കുന്നവനാണ്. എന്റെ ഉമ്മമാര്, പെങ്ങന്മാര് ആലോചിക്കണം. നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ വസ്ത്രധാരണം നടത്തിയാൽ നിങ്ങൾ സ്വർഗത്തിലേക്കുള്ള സഞ്ചാരികളാണ്. അതേ സമയത്ത് നിങ്ങൾ ഇഷ്ടമുള്ളതുപോലെ പ്രവർത്തിച്ചാൽ നിങ്ങൾ നരകത്തിലേക്ക് പോയി സ്വർഗം വേണ്ടാന്ന് പറയുന്നവരാണ്. അല്ലാതെ ഞങ്ങൾക്ക് നിങ്ങളോട് പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല. പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറഞ്ഞില്ലേ, فَأَمَّا مَنْ خَافَ مَقَامَ رَبِّهِ وَنَهَى النَّفْسَ عَنِ الْهَوَى فَإِنَّ الْجَنَّةَ هِيَ الْمَأْوَى. وَأَمَّا مَنْ خَافَ مَقَامَ رَبِّهِ وَنَهَى النَّفْسَ عَنِ الْهَوَى. ആരെങ്കിലും അല്ലാഹുവിന്റെ സന്നിധിയിൽ ഹാജരാക്കപ്പെടുമെന്നതിനെ ഭയന്ന് ശരീരത്തിനെ ഇച്ഛകളിൽ നിന്ന് നിയന്ത്രിച്ചാൽ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ, അവനുള്ള വീട് സ്വർഗമാണ്, അവന്റെ ഭവനം സ്വർഗമാണ്. ഇച്ഛകളെ ലംഘിച്ചുകൊണ്ട് മതത്തിന്റെ നിയമങ്ങളെ പാലിച്ചാൽ അവിടെയാണ് നിങ്ങൾക്ക് സ്വർഗമുള്ളത്. നിങ്ങളുടെ ശരീരം പറയുന്നു ടൈറ്റ് ഫിറ്റ് വസ്ത്രം ധരിക്കാൻ, മതം പറയുന്നു അത് ധരിക്കാൻ പാടില്ലെന്ന്. നിങ്ങളുടെ ശരീരം പറയുന്നു തല തുറന്നിട്ട് നടക്കാൻ, മുത്തുനബി തങ്ങൾ പറയുന്നു അത് പാടില്ലെന്ന്. നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ കൂട്ടുകാരികളും പറയുന്നു അതാ ബനിയൻ ടൈപ്പ് ടൈറ്റ് ഫിറ്റ് ചുരിദാർ ധരിക്കാൻ. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു അവരുടെ മേൽ അള്ളാഹുവിന്റെ ശാപമുണ്ടെന്ന്. ഇതിലേത് വേണം? നിങ്ങൾക്കേത് വേണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യകളെ പിൻപറ്റിക്കൊണ്ട് നിങ്ങൾക്ക് പോകാം. എവിടേക്ക്? സ്വർഗത്തിലേക്ക്. അതല്ല എനിക്ക് എന്റെ താല്പര്യങ്ങളാണ് നടക്കേണ്ടത്, മതം അവിടെ ഇരിക്കട്ടെ എന്നാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയാകാം. ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറാ,
വേണമെങ്കിൽ അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് നിങ്ങൾക്ക് നന്ദിയുള്ള ഒരടിമയായി ജീവിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാം നിഷേധിച്ച് ഒരു നിഷേധിയാകാം. പക്ഷേ ഒരു കാര്യം അറിയണം, ഇന്നാ അഅ്തദ്നാ ലിൽ കാഫിരീന സലാസില വഅഗ്ലാലൻ വസഈറാ. അങ്ങനെ നിഷേധിച്ചുകൊണ്ട് നടക്കുന്ന ആളുകൾക്ക് അല്ലാഹു തആല ഒരുക്കി വെച്ചിട്ടുണ്ട് സലാസില വഅഗ്ലാലൻ വസഈറാ, കാൽ വിലങ്ങുകളും കുടുക്ക് ചങ്ങലകളും വിലങ്ങുകളും കത്തിയാളുന്ന നരകവും അവർക്ക് വേണ്ടിയാണ് വെച്ചിരിക്കുന്നത്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, അതേ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ഇച്ഛകളിൽ നിന്ന് വിട്ടുനിന്നാൽ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ, അവിടെ സ്വർഗം നിങ്ങൾക്കുള്ള വീടായി ഭവനമായി വരുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാണ് പറയുന്നത്, മൻ അതാഅനി ദഖലൽ ജന്ന വമൻ അസാനി ഫഖദ് അബാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, എന്നെ അനുസരിച്ചാൽ അവർക്ക് സ്വർഗമുണ്ട്, എന്നെ അനുസരിച്ചില്ലെങ്കിൽ അവർക്ക് നരകമാണ്. സ്വർഗം വേണ്ടാന്ന് വെച്ചവരാണ്. മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു ഒരു മസ്അല. ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, റവിയ ഫീഹാ കദാ വകദാ അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ടത് ഇന്നാലിന്ന കാര്യങ്ങളാണ്. ഉടനെ ചോദിച്ച ആള് പറയുകയാണ്, യാ അബാ അബ്ദില്ലാഹ് തഖൂലു ബിഹി. ശാഫിഈ ഇമാം തങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഇതാണോ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉദ്ധരണികൾ പറഞ്ഞപ്പോൾ അവർക്കത് മതിയാകാത്തതുപോലെ, അവർക്കത് തൃപ്തിയാകാത്തതുപോലെ. പ്രിയമുള്ളവരെ, വിവിധങ്ങളായ വിഷയങ്ങളിലുള്ള പ്രൗഢമായ പ്രഭാഷണങ്ങളുടെ സീഡികൾ നിങ്ങൾക്ക് ലഭിക്കും. കഴിവുള്ളവർക്കൊക്കെ വാങ്ങാവുന്നതാണ്. പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് 14-15 മണിക്കൂറുള്ള പ്രസംഗത്തിന്റെ സീഡികളുണ്ട്. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ ചര്യ പറഞ്ഞപ്പോൾ ചോദിച്ചാള് പറയുകയാണ്, ഇതാണോ നിങ്ങൾ പറയുന്നത്? ഉടനെ അവിടുന്ന് പറയുന്നു, വിറകൊണ്ടുകൊണ്ട് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറയാണ്, യാ ഹാദാ അയ്യു അർദിൻ തുഖില്ലുനീ വഅയ്യു സമായിൻ തുദില്ലുനീ. അല്ലയോ സഹോദര, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് വന്നത് പറഞ്ഞിട്ട് അത് സ്വീകരിക്കാനും പറയാനും കഴിയില്ലെങ്കിൽ ഏതാകാശമാണ് എനിക്ക് മേൽക്കൂര തരിക? ഏത് ഭൂമിയാണ് എനിക്ക് താങ്ങ് നൽകുക? ഏതാകാശത്തിന്റെ കീഴെയാണ് ഞാൻ നിൽക്കുക? ഏത് ഭൂമിയുടെ മേലെയാണ് ഞാൻ നിൽക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുചര്യകളെയും വചനങ്ങളെയുമാണ് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ എല്ലാമായ മാതൃക. അത് സ്വീകാര്യമല്ലെങ്കിൽ ഞാൻ എവിടെ പോകാനാണ്? ഉമ്മമാരെ, ഇവിടെയാണ് നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കേണ്ടത്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും എങ്ങനെ വേണമെന്ന് ഹബീബായ തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എനിക്കത് വേണ്ട, എനിക്ക് രാഷ്ട്രീയക്കാരുടെ പ്രീതിക്ക് വേണ്ടി ഇന്നതാണ് വേണ്ടത് എന്ന ചിന്തയിൽ നീ അങ്ങ് വഴിമാറിയാൽ, എന്റെ ശരീരത്തിന്റെ ഇഷ്ടം ഇതാണ് പറയുന്നത് എന്ന നിലയിൽ നീ മാറി സഞ്ചരിച്ചാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യകൾക്ക് എതിരാകലാണ്. അതുകൊണ്ട് വരേണ്ടത് മുജ്കോ ആഖാ മദീനെ ബുലാനാ സബ്സ ഗുംബദ് ക ജൽവാ ദിഖാനാ തുമ്നെ ഖാബ് അപ്നെ റുഖ് സേ ഉഠാനാ अपने कदमों से मुझको लगाना आना आना मेरे दिल बर आना
आकर आंखों में मेरी मदीना, मुझको उल्फत का सागर पिलाना, मेरा सीना मदीना लगाना. ഞാൻ ഈ ഉലകിൽ നിന്ന് ആഗ്രഹിക്കുന്നത് മുഴുവനും പ്രഭാവത്തിന്റെ പ്രതീകമായ പുണ്യപ്രവാചകരോടുള്ള ലയനമാണ്. എന്റെ ജീവിതത്തിന്റെ മുഴുവൻ നടപടികളെയും ക്രമീകരിക്കേണ്ടത് മദീനയുടെ നായകരായ ലോകത്തിന്റെ നേതാവാണ് സല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളാണ്. ആ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹനീയമായ മാർഗത്തെയും ശ്രേഷ്ഠമായ വഴിയുമാണ് എനിക്ക് അനുകരിക്കാനുള്ളത്, അനുസരിക്കാനുള്ളതെന്ന് വരുമ്പോൾ എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, മഹാന്മാരായ മുൻഗാമികളുടെ ജീവിതം മുഴുവനും അറിയുമോ? അവരെല്ലാം അവരുടെ ജീവിതം മുഴുവനും പണയം വെച്ചത് പരിശുദ്ധമായ ഇസ്ലാമിന്റെ ദർശനങ്ങളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹത്തെയും പരിപാലിക്കാനാണ്. മക്കയിലെ ആദ്യഘട്ടത്തിൽ ഒരുപാട് ആളുകൾ പീഡനങ്ങൾ അനുഭവിച്ചു. മഹാനായ സയ്യിദുനാ യാസിർ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബം ഒരുപാട് കനൽക്കട്ടകളിലേക്ക് വീഴുകയാണ്. അവസാനം അവരനുഭവിക്കുന്ന വേദനകളുടെ ചാരത്ത് നിന്നുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സബറൻ ആല യാസിർ, ഓ യാസിർ കുടുംബമേ ക്ഷമിക്കണേ, മൗഇദകുമുൽ ജന്ന, നിങ്ങൾക്ക് സ്വർഗമുണ്ട്, നിങ്ങൾ ക്ഷമിക്കണേ, സഹിക്കണേ എന്ന് യാസിർ കുടുംബത്തോട് ലോകഗുരുവായ തങ്ങൾ പറയുകയാണ്. പരീക്ഷണത്തിന്റെ തീച്ചൂളയിൽ നിന്ന് പ്രതിസന്ധികളുടെ കനൽക്കട്ടയിലേക്ക് വീണ് എരിഞ്ഞു പൊരിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ലോകഗുരുവായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, സബറൻ ആല യാസിർ, യാസിർ കുടുംബമേ ക്ഷമിക്കണേ, നിങ്ങൾക്ക് സ്വർഗമുണ്ട്. കണ്ടില്ലേ സഹോദരന്മാരെ, അബൂ ഫുഖൈഹ റളിയല്ലാഹു അൻഹു ആരാണ്? ബഹുമാനപ്പെട്ട യസാർ അല്ലെങ്കിൽ അഫ്ലഹ് എന്ന പേരുള്ള അബൂ ഫുഖൈഹ എന്ന സ്വഹാബിയെ മുതലാളിയായ സഫ്വാൻ ഇബ്നു ഉമയ്യ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഇസ്ലാമിലേക്ക് വന്ന ആളാണ്. അതാ മഹാനായ അബൂ ഫുഖൈഹ റളിയല്ലാഹു അൻഹുവിനെ പിടിക്കുകയാണ്. വറബത ഫീ റിജ്ലൈഹി ഹബ്ലാ, കാലിൽ കയറ് കെട്ടുകയാണ്. എന്നിട്ട് ചുട്ടുകൊള്ളുന്ന മണൽപ്പരപ്പിലൂടെ മേലെ തീതുപ്പുന്ന സൂര്യനുണ്ട്, താഴെയതാ തിളച്ചു മറിയുന്ന മരുഭൂമിയിലെ മണലാണ്, അതിലൂടെ വലിച്ചഴയ്ക്കുകയാണ്. ആ വേദനയുടെ യാതനയുടെ എരിപൊരിയുന്ന ഘട്ടത്തിൽ പതയ്ക്കുന്ന തിളയ്ക്കുന്ന സമയത്ത് അടുത്തുകൂടി എഴഞ്ഞു പോകുന്ന ഒരു ജന്തുവിനെ കണ്ടുകൊണ്ട് ചോദിക്കുകയാണ്, അല്ലയോ യസാറേ, അലൈസ ഹാദാ റബ്ബുക, നിന്റെ റബ്ബിതാണോ? അടിമക്കമ്പോളത്തിൽ നിന്ന് ചാട്ടവാറടി കൊണ്ട് അല്ലാ എന്ന വിശ്വാസത്തിന്റെ പേരിൽ പ്രതിസന്ധികൾ അനുഭവിച്ചുകൊണ്ട് പീഡനങ്ങൾ അനുഭവിക്കുന്ന മഹാനായ അബൂ ഫുഖൈഹ എന്നവരോട് ചോദിക്കുകയാണ്, ഈ ഇഴഞ്ഞു പോകുന്നതാണോ നിന്റെ റബ്ബ് എന്ന് ചോദിക്കുമ്പോ ആ പീഡനത്തിന്റെയും യാതനയുടെയും തിളച്ചുമറിയുന്ന മണൽപ്പരപ്പിൽ കിടക്കുമ്പോഴും അബൂ ഫുഖൈഹ എന്നവരെ പറയുകയാണ്, അല്ലാഹു റബ്ബീ വറബ്ബുക വറബ്ബു ഹാദാ, എടാ ഉമയ്യ, നിന്റെയും എന്റെയും ഈ പോകുന്ന ജീവിയുടെയും പരിപാലകൻ ആരാണ്? അല്ലാഹ്. അപ്പോഴേക്ക് ഉമയ്യത്തിന്റെ ദണ്ടുകൾ വന്ന് വീഴുകയാണ്, മർദ്ദനത്തിന്റെ ശക്തി കൂടുകയാണ്, പീഡനത്തിന്റെ ശക്തിയേറുകയാണ്. അവിടെ നിന്നുകൊണ്ട് സഹോദരനായ ഉബയ്യ് ബിൻ ഖലഫ് വിളിച്ചു പറയുകയാണ്, ഓ
ഓ ഉമയ്യ, ഇനിയും ശിക്ഷിച്ചോ, ഇനിയും പീഡിപ്പിച്ചോ, ആ മുഹമ്മദ് ഒന്ന് വരട്ടെ. സല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ്. അതാ അവരുടെ നേതാവ് വരട്ടെ എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ശിക്ഷ അധികരിപ്പിക്കാൻ പറയുമ്പോ വലം യസാലു യുഅസിബൂനഹു ഹത്താ ഉഗ്മിയ അലൈഹി, ബോധരഹിതനായി വീഴുകയാണ്. പീഡനങ്ങളുടെയും മർദ്ദനങ്ങളുടെയും യാതനകളുടെയും നോവിന്റെയും നൊമ്പരത്തിന്റെയും ക്ലിഷ്ടതയും കഷ്ടതയും ദുർഘടമായ സന്ധികളും കടന്നു പോകുമ്പോ അല്ലാഹ് എന്ന ഉത്തമമായ വിശ്വാസത്തിന്റെയും നബിതങ്ങളോടുള്ള ബന്ധത്തിന്റെയും ഉജ്ജ്വലമായ പ്രഖ്യാപനങ്ങൾ നടത്തുന്ന ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂ ഫുഖൈഹ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറഞ്ഞു, ഇല്ല, ഒരിക്കലും എന്റെ ആദർശത്തെ പണയം വെക്കൂല. ബോധരഹിതനായി വീണ് കിടക്കുമ്പോ അവര് വിചാരിച്ചു മരണപ്പെട്ടു പോയി എന്ന്. അങ്ങനെ മരണപ്പെട്ടു പോയി എന്ന് വിചാരിക്കുന്ന വിധം ബോധരഹിതനായി വീണപ്പോഴാണ് അതാ വരുന്നു സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരികയാണ്. ഇസ്തറാഹു വഅതഖഹു, വാങ്ങിയിട്ട് മോചനം നൽകുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് എന്റെ ഉമ്മമാരോട്, പെങ്ങന്മാരോട്, ജ്യേഷ്ഠാനുജന്മാരോട് പറയുകയാണ്, നമ്മൾ ഇന്ന് ഇസ്ലാമിന്റെ സുന്നത്തുകളെയും ചര്യകളെയും നിസാരമായി കാണുകയാണ്, പരിഗണിക്കാതെ പോവുകയാണ്. നമ്മൾ തന്നിഷ്ടം പോലെ ജീവിക്കുകയാണ്. പാടില്ല കേട്ടോ. ഈ ഒരു ഉത്തമമായ മതം നമ്മുടെ കയ്യിലേക്ക് തരാൻ എത്രയെത്ര മഹാരഥന്മാരാണ് ഷഹാദത്ത് വരിച്ചു പോയത്, എത്രയെത്ര മഹാന്മാരാണ് രക്തസാക്ഷിത്വം വഹിച്ചു പോയത്, എത്രയെത്ര മഹാരഥന്മാരാണ് ചാട്ടവാറുകൊണ്ട് അടികൊണ്ട് തിളച്ചു മറിയുന്ന മരുഭൂമിയിൽ കിടന്ന്, തീതുപ്പുന്ന സൂര്യന് താഴെ കിടന്ന്, ഭാരമുള്ള പാറകൾ പള്ളയിലേക്ക് വലിച്ചു വെച്ച് പീഡനങ്ങളുടെയും മർദ്ദനങ്ങളുടെയും നാനാവിധത്തിലുമുള്ളത് അനുഭവിച്ചില്ലേ? എന്നിട്ട് എന്റെയും നിങ്ങളുടെയും കയ്യിൽ കിട്ടിയ മതമാണോ പെങ്ങളെ തെരുവിലൂടെ ടൂ വീലർ ഓടിച്ച് ഇഷ്ടം പോലെ നടന്ന് അന്യപുരുഷന്മാരുടെ കൂടെ യാതൊരു നാണവുമില്ലാതെ ഇടകലർന്നിട്ട് ഈ സമുദായത്തിന്റെ പെങ്ങളാന്ന് പറഞ്ഞ് ഈ സമുദായത്തിന്റെ പേര് വെച്ച് ഇസ്ലാമിന്റെ പേര് അവരോധിച്ച് ഇസ്ലാമിക മൂല്യങ്ങൾ മുഴുവനും തട്ടിക്കളഞ്ഞിട്ട് പാലക്കാട് ടൗണിലൂടെയും മണ്ണാർക്കാട് ടൗണിലൂടെയും പെരിന്തൽമണ്ണ അങ്ങാടിയിലൂടെയും വിലസി നടക്കുന്ന ഇസ്ലാമിന്റെ പേരിലുള്ള പെങ്ങളെ ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറാ, വേണമെങ്കിൽ അല്ലാഹനെ അനുസരിച്ച് നല്ലവരായി ജീവിക്കാം, അല്ലെങ്കിൽ അല്ലാഹനെ നിഷേധിക്കാം, ആകാം. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇന്നാ അഅ്തദ്നാ ലിൽ കാഫിരീന സലാസില വഅഗ്ലാലൻ വസഈറാ. നാളത്തെ നരകത്തിന്റെ വേദന അനുഭവിക്കാനുള്ളൊരു കരുതൽ വേണം. നാളത്തെ നരകത്തിന്റെ വേദന അനുഭവിക്കാനുള്ള ധൈര്യമുണ്ടോ? ഹയർ സെക്കൻഡറിയിലും ഡിഗ്രിയിലും ഉയർന്ന ക്ലാസ്സുകളിലും പഠിക്കുന്ന നമ്മുടെ പെൺകുട്ടികള് യാതൊരു നാണവുമില്ലാതെ അന്യ പുരുഷന് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നു. ആ പെങ്ങളോട് പറയാനുള്ളത്, അങ്ങനെ രാവിലെ പുറപ്പെടുന്നതിന് മുമ്പ് മോളെ വീട്ടിലെ അടുപ്പിൽ ചെന്നൊരു കനൽക്കട്ടയെടുത്ത് കയ്യിൽ വെക്കണം. നിനക്കത് സഹിക്കാൻ കഴിയുമെങ്കിൽ പോയിട്ട് നീ അന്യപുരുഷന് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തോ. കാരണം അള്ളാഹുവിന്റെ നരകം തെറ്റു ചെയ്യുന്നവരുടെ ശിക്ഷിക്കാനുള്ള വീടാണ്. നമ്മുടെ തലയിലെ മതപാഠങ്ങൾ കയറുന്നില്ല, ഇസ്ലാമിന്റെ ദർശനങ്ങൾ വരുന്നില്ല, ആധുനികതയുടെ ആർഭാട തിമർപ്പിൽ ജീവിക്കുകയാണ്. ഈ പെങ്ങന്മാർക്കും പെൺമക്കൾക്കും ഭാര്യമാർക്കും പരിഷ്കൃത വസ്ത്രം വാങ്ങിക്കൊടുക്കുന്ന യുവാവേ, നീ ഇതിൽ ഒന്നാം പ്രതിയല്ലേ മോനെ? നിന്റെ ഭാര്യയ്ക്ക് മോഡേൺ വസ്ത്രം വാങ്ങിക്കൊടുത്തിട്ട് തെരുവിൽ കറങ്ങാനും
മറ്റുള്ളവരോട് പാടിപ്പാടാനും അവസരം നൽകിയില്ലേ? നിന്റെ പൊന്നുമോണ് പല നിർബന്ധവും പറഞ്ഞപ്പോ എന്റെ നബിതങ്ങൾക്കത് ഇഷ്ടമാണോ ഇല്ലേ എന്ന് നോക്കാതെ മോളുടെ താല്പര്യം മാത്രം പരിഗണിച്ചില്ലേ? എന്നാലത് വല്ലാത്ത വേദനയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പനകളെയും അവിടുത്തെ നിർദ്ദേശങ്ങളെയും പാലിക്കാതിരുന്നാൽ ചിലപ്പോൾ ഇവിടെ വെച്ച് തന്നെ പ്രയാസം അനുഭവിക്കും, ചിലപ്പോൾ നാളെ നമ്മളെ പ്രയാസം അനുഭവിക്കേണ്ടി വരും. ഒരു ഉദാഹരണം കേട്ടോ. സലമത്ത് ബിനുൽ അക്വഅ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇമാം മുസ്ലിം ഉദ്ധരിക്കുകയാണ്, അന്ന റജുലൻ അകല ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിശിമാലിഹി. നബിതങ്ങളുടെ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് ഒരാൾ ഇടത് കൈ കൊണ്ട് കഴിക്കുകയാണ്. ഫഖാല, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കുൽ ബിയമീനിക, മോനെ നിന്റെ വലത് കൈ കൊണ്ട് കഴിക്കു മോനെ. ഖാല ലാ അസ്തതി, എനിക്ക് പറ്റൂല. രോഗം കൊണ്ടല്ല, കാരണം കൊണ്ടല്ല, എന്നെ കൊണ്ടാവൂല എന്നുള്ള പ്രതിഷേധം പറഞ്ഞു. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലസ്തതഅത, നിനക്ക് സാധിക്കൂലടാ. അദ്ദേഹം കിബർ കൊണ്ടാണത് ചെയ്യാതിരുന്നത്. മാ റഫഅഹാ ഇലാ ഫീഹി, പിന്നീട് കൈ ഉയർത്താനായിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്താണ്. അറിയുമോ സഹോദരന്മാരെ, ഇതുപോലെ എത്രയെത്ര ഉദാഹരണങ്ങളാണ് മഹാന്മാരായ മുൻഗാമികൾ രേഖപ്പെടുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം മുഴുവനും ചര്യ മുഴുവനും നമുക്ക് അനുധാവനം ചെയ്യാനുള്ളതാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് തന്നെ എത്ര ഉദാഹരണമാണ്. സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അതാ ഒരിക്കൽ സഈദ് ബിൻ മുസയ്യിബ് തങ്ങളുടെ അടുക്കലേക്ക് ഒരാൾ വന്നു. യുവദ്ദിഉഹു ബിഹജ്ജിൻ ഉംറത്തിൻ, യാത്ര ചോദിക്കാൻ വേണ്ടി വന്നതാണ്, ഹജ്ജിനോ ഉംറയ്ക്കോ. അപ്പോൾ പള്ളിയിലിരിക്കുന്ന മഹാനായ സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഓ മോനെ, വാങ്ക് കൊടുത്തതേ ഉള്ളൂ, പള്ളിയിൽ വന്നതല്ലേ, നിസ്കരിക്കാതെ പോകല്ലേ മോനെ. പ്രത്യേകിച്ചൊരാവശ്യത്തിന് വേണ്ടിയോ ഉടനെ മടങ്ങി വരാമെന്ന ഉദ്ദേശത്തോടെയോ ആണെങ്കിൽ കുഴപ്പമില്ല. അല്ലാതെ ഈ പള്ളിയിൽ വന്നു പോകുന്നവര് ഒന്ന് നിസ്കരിച്ചിട്ട് പോണേ. ഇദ്ദേഹം അത് വില വെച്ചില്ല, വക വെച്ചില്ല. അദ്ദേഹം പറഞ്ഞു, എന്റെ കൂട്ടുകാരെല്ലാം ഹറയിലാണ് എന്ന് പറഞ്ഞത് പരിഗണിക്കാതെ പോയപ്പോ സഈദ് തങ്ങൾ ഇത് പറഞ്ഞുകൊണ്ടേ ഇങ്ങനെ ഇരിക്കുകയാണ്. ഹത്താ ഉഖ്ബിറ അന്നഹു വഖഅ മിൻ റാഹിലതിഹി ഫൻകസറത് ഫഖദുഹു. അപ്പോഴാണ് ഒരാൾ വന്നുകൊണ്ട് പറയുന്നു, യാ സഈദ് ബിൻ മുസയ്യിബ് തങ്ങളെ, അയാള് വാഹനത്തിൽ നിന്ന് വീണ് തൊടയല് പൊട്ടിപ്പോയി. ഇതുപോലെ എത്രയെത്ര അനുഭവങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുചര്യകളെ കുറിച്ച് പറയുമ്പോ ചില ആളുകളെ പരിഗണിക്കുന്നില്ല. അതാ മുബത്തദീങ്ങളിൽപ്പെട്ട ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ് കേട്ടു. ആ ഹദീസ് എന്താണ്? ഇദസ്തൈഖള അഹദുകും മിൻ നൗമിഹി ഫലാ യഗ്മിസ് യദഹു ഫിൽ ഇനാഇ ഹത്താ യഗ്സിലഹാ ഫഇന്നഹു ലാ യദ്രി ഐന ബാത്തത് യദുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസാണ്. നിങ്ങൾ ഉണർന്നാൽ പെട്ടെന്ന് തന്നെ പാത്രത്തിലുള്ള വെള്ളത്തിൽ കൈയിടരുത്. രാത്രി നിങ്ങളുടെ കൈ എവിടെയാണ് പാർത്തതെന്നറിയില്ല. നിങ്ങളുടെ കൈ എവിടെയാണ് പാർത്തതെന്നറിയില്ല. പ്രത്യേകിച്ചും ആ കാലഘട്ടത്തിലൊക്കെ ഇന്നത്തെ പോലെ ടാപ്പുകൾ ഉള്ള കാലമല്ല. ചെറിയ പാത്രങ്ങളിൽ വെള്ളം വെച്ചിട്ട് ആ വെള്ളം എടുത്തുകൊണ്ട് വുളൂ ചെയ്യുകയും കുളിക്കുകയും ഒക്കെ ചെയ്യുന്ന കാലമാണ്. ചിലപ്പോൾ വെള്ളമില്ലാതെ വന്ന ഘട്ടങ്ങളിൽ കല്ലുകൊണ്ട് ശൗച്യം ചെയ്തവരും ഉണ്ടാകാം. അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യമാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഹദീസ് അങ്ങ് പറഞ്ഞപ്പോ ആ മുബത്തദിഅ കളിയാക്കിയിട്ട് പറയാണ്, അന അദിരീ ഐന ബാത്തത്തി യദീ ബാത്തത്ത് ഫിൽ ഫിറാശ്. എനിക്കറിയാം എന്റെ കൈ എവിടെയായിരുന്നൂന്ന്. എന്റെ കൈ വിരിപ്പിലായിരുന്നു, കിടക്കയിലായിരുന്നു. ഫാസ്ബഹ, രാവിലെ ആയപ്പോ വഖദ് ഉദ്ഖില യദുഹു ഫീ ദുബരിഹി ഇലാ ദിറാഇഹി, രാവിലെ ആയപ്പോൾ ഇവന്റെ കൈ പിൻഭാഗത്തുകൂടി അകത്തേക്ക് മുട്ടുവരെ കയറിയ നിലയിൽ ഗുരുതരമായി കിടക്കുകയാണ്. ഇന്നാ ലില്ലാഹ്. പ്രിയമുള്ളവരെ, നിങ്ങൾ ആലോചിക്കണം. ഇമാം നവവി റളിയല്ലാഹു അൻഹു എഴുതുകയാണിത്. ഇതുപോലെ മഹാന്മാരായ ഇമാമിയങ്ങൾ രേഖപ്പെടുത്തിയ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞതെല്ലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിനെ ഒരിക്കലും നമ്മൾ അവഗണിക്കാൻ പാടില്ല. ഏറെ ഉദാഹരണങ്ങൾ പറയാനുണ്ട്. കണ്ടില്ലേ, ഒരാളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് പറയുകയാണ്. ബഹുമാനപ്പെട്ട ഇമാം ഖുത്ബുദ്ദീൻ യൂനീനി റളിയല്ലാഹു അൻഹു പറയാണ്, ഒരാളോട് അവിടുന്ന് പറഞ്ഞു, അല്ല, നിങ്ങൾ മിസ്വാക്കിന്റെ കാര്യം പറഞ്ഞപ്പോൾ അയാൾ അതിനെ കളിയാക്കിയിട്ട് ഒരുപാട് ദുരന്തജനകമായ അവസ്ഥയാണ് അയാൾക്ക് വന്നത്. നീണ്ട സംഭവങ്ങൾ ഇമാമിയങ്ങൾ എഴുതുകയാണ്. വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യകളെ ഒരിക്കലും ചെറുതായി കാണാൻ പാടില്ല, നിസ്സാരമായി കാണാൻ പാടില്ല. നമ്മൾ വിചാരിക്കും നമ്മൾ എന്തെല്ലാം ചെയ്യുന്ന ഇവിടെ പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന്. ഇന്ന് യഥാർത്ഥത്തിൽ ആരോഗ്യപരമായി നമുക്ക് സുരക്ഷയുണ്ടോ? ഏത് കുടുംബത്തിലാണെന്ന് ക്യാൻസർ രോഗികളില്ലാത്തത്? ഇന്നാലില്ല. അള്ളാഹുവിന്റെ വലിയ പരീക്ഷണല്ലേ. അറബികൾ ഇതിന് ശൈത്താനിയായ രോഗം എന്നാ പറയാ. കാരണം മറ്റുള്ള രോഗങ്ങൾക്കൊക്കെ ആരംഭിക്കുന്നതിന് മുമ്പുള്ള ചില ലക്ഷണങ്ങൾ ഉണ്ടാവും. ഇത് മിക്കവാറും ആളുകളെ കവർന്നതിന് ശേഷമായിരിക്കും അറിയാം. അള്ളാഹു നമ്മളെല്ലാം കാത്തിരക്ഷിക്കട്ടെ. അത്തരം രോഗികൾക്ക് മുഴുവനും അള്ളാഹു ശിഫാ നൽകട്ടെ. ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും നമ്മുടെ നാട്ടില് ക്യാൻസർ രോഗികളെ കൊണ്ട് നമ്മുടെ നാട് അസ്തമിച്ചു നിൽക്കുകയാണ്. നമ്മൾ നമ്മുടെ ആർഭാടത്തിന്റെയും ബഹളത്തിന്റെ ഇടയിൽ അതെല്ലാം വിസ്മരിച്ചു പോവാണ്. എത്രയോ ചെറിയ ആളുകൾ, ചെറുപ്പക്കാരായ ആളുകൾ എവിടെങ്കിലും ചെറിയൊരു കുരുവും ഒരു മുഴയുമൊക്കെ വന്ന് അല്പം കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്യുമ്പോഴേക്ക് ക്യാൻസർ. ഇന്നാലില്ല. പിന്നെ ഇവിടെ വൈദ്യശാസ്ത്ര ലോകത്ത് വലിയ തട്ടിപ്പുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഒരു ഡോക്ടറുടെ ടെസ്റ്റിൽ നിങ്ങൾ ക്യാൻസർ ഉറപ്പിക്കരുത് എന്ന് കാര്യബോധമുള്ളവർ പറയുകയാണ്. നിങ്ങൾ 2, 3, 4 ഡോക്ടേഴ്സിനെ നിങ്ങൾ കൺസൾട്ട് ചെയ്യണം. കാരണം ഇന്ന് ഡോക്ടർമാര് നമ്മളെ കൊയ്തുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ. ഒരു ഡോക്ടറായ ഒരു സഹോദരൻ പറഞ്ഞു, തന്റെ ഭാര്യയെ ചികിത്സിക്കാൻ വേണ്ടി ഒരു സർജന്റെ അടുക്കൽ, ഒരു പ്രൊഫസറുടെ അടുക്കൽ പോയപ്പോൾ ഇദ്ദേഹത്തെ പണ്ട് പഠിപ്പിച്ചിട്ടുള്ള അധ്യാപകനാണ്. ആ അധ്യാപകൻ ഓർമ്മയില്ല ഇതെന്റെ സ്റ്റുഡന്റ് ആണെന്ന്, ഇത് ഡോക്ടറാണെന്നും അറിയില്ല. അപ്പൊ ചെന്ന് ഇദ്ദേഹം പഴയ പരിചയം വെച്ച് സ്റ്റുഡന്റ് പറഞ്ഞു, എന്റെ കാലിൽ ചെറിയൊരു കുരുണ്ട് ഡോക്ടർ സാർ. അപ്പൊ ഉടനെ അദ്ദേഹം നോക്കിയിട്ട് പറഞ്ഞു, ഇത് വലിയൊരു ക്യാൻസർ ആണ്, ഇത് പെട്ടെന്ന് ചികിത്സിക്കണോ. കുറച്ചു കഴിഞ്ഞിട്ട് ഈ ഡോക്ടർ മരുന്നെഴുതിയപ്പോൾ ഈ ഭാര്യയും കൊണ്ട് ചെന്ന ആള് പറഞ്ഞു, ഈ മരുന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട് എന്ന്. അപ്പൊ ചോദിച്ചു, നിങ്ങൾ ആരാ ഈ മരുന്ന് കൊടുക്കാൻ? ഞാൻ സാറിന്റെ സ്റ്റുഡന്റ് ആണ്, ഞാൻ ഇവിടെ പാസ്സായ ആളാണ്. അപ്പൊ അദ്ദേഹം വേറെ മരുന്നൊക്കെ എഴുതിയിട്ട് ഇറങ്ങാൻ നേരം തോളിൽ തട്ടിയിട്ട് പറഞ്ഞു, ആ കാലിലെ കുരു നിസ്സാരായ ഒരു സാധനം കേട്ടോ, നിങ്ങൾ ബേജാറാവൊന്നും വേണ്ടെന്ന്. ഇതെന്നോട് പറഞ്ഞത് ആ ചികിത്സിക്കാൻ പോയ ഡോക്ടറുടെ മകനാണ്. ചിലപ്പോ ഓൺലൈനിലൂടെ ഇത് കേൾക്കുന്നുണ്ടാവും. അല്ലാതെ ഞാൻ സാങ്കല്പികമായ ഒരു കഥ പറഞ്ഞല്ല. ചിലപ്പോ എന്റെ ഈ പ്രസംഗം വിദേശ രാജ്യത്തിരുന്ന് കേൾക്കുന്നുണ്ടാവും. ആ പിതാവ് അടുത്ത് മരണപ്പെട്ടു പോയി. അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബർ സ്വർഗ്ഗാക്കട്ടെ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇതുപോലെ ഒരുപാട് ചീറ്റിംഗ്, മനുഷ്യന്മാരെ വെച്ച് കൊല്ലുന്ന കാലം, മനുഷ്യന്മാരെ മുഴുവനും വിഹ്വലതയിലേക്ക് വീഴ്ത്തുന്ന കാലം. ഒരു ഞൊണലും ഒരു കുരുവും ഒരു പരുവും ഒക്കെ കാണുമ്പോൾ
ക്യാൻസർ ആണെന്ന് വേഗം വിധി എഴുതുന്ന ഡോക്ടർമാർ. അതോടുകൂടി അയാൾ മെന്റലി ഡിപ്രസ്ഡ് ആയി പോയി, അയാൾ തീർന്നുപോയി. ഇതുപോലെയുള്ള ഒരുപാട് മനഃശാസ്ത്രം ആദ്യം പഠിപ്പിക്കേണ്ടത് ഇവിടുത്തെ ഡോക്ടർമാരെയാണ്. ആ രീതിയിലേക്ക് ചികിത്സാരംഗം വഷളായിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ മേഖലകൾ മുഴുവനും പല താല്പര്യങ്ങൾക്കും വഴിമാറുമ്പോ, പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ഒരുപാട് പരീക്ഷണത്തിലാണ്. മനുഷ്യന്മാരുടെ ആയുസ് എവിടെ? നിങ്ങൾ ആലോചിക്കാറുണ്ടോ? മാരകമായ ഒരുപാട് രോഗങ്ങൾ നമ്മുടെ മുമ്പിൽ വന്നു നിൽക്കുകയാണ്, നമ്മളതൊന്നും അറിയുന്നില്ല. ഇന്ന് ഓരോ നാട്ടിലും എത്ര ഡയാലിസിസ് പേഷ്യൻസുകളുണ്ട്, ഡയാലിസിസ് ചെയ്യുന്ന എത്ര രോഗികളാണ്, എത്ര രോഗികളാണെന്ന് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കിഡ്നിക്ക് തകരാറ്, കരളിന് വീക്കം, അതുപോലെ അവയവദാനങ്ങളുടെ ഒരു പരമ്പര. എന്നാൽ ഈ കൊടുക്കുന്ന ആൾക്ക് ആരോഗ്യം ഉണ്ടാവുമെന്ന് എത്രയോ ആളുകൾ, അവയവം ഡൊണേറ്റ് ചെയ്ത ആളുകൾ പിന്നെ കുടുങ്ങിപ്പോയി. ഉമ്മ കൊടുത്തു മകന്, മകൻ കൊടുത്തു ഉമ്മക്ക്, കുറച്ചു ദിവസം കഴിയുമ്പോൾ രണ്ടുപേരും രോഗികളായി. അങ്ങനെ എത്രയോ ആളുകൾ. യാതൊരു അടിസ്ഥാനവുമില്ലാത്ത വൈദ്യലോകമായി മാറി. വലിയ വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി അമ്പരചുംബികളായ ഹോസ്പിറ്റലുകൾ ഇവിടെയുള്ള ആളുകളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാലം. ഏതായാലും വ്യാപകമായി രോഗങ്ങൾ വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തീന്മേശയിൽ പാലിക്കാൻ പറഞ്ഞ നിയമങ്ങൾ പലതും നമ്മളെ വിട്ടുപോയത് ഒരു കാരണമാണ്. ഒന്നാമതായി ബിസ്മി ചൊല്ലുന്നുണ്ടോ? രണ്ടാമതായി നമ്മുടെ ഭക്ഷണത്തിന് ശുദ്ധിയുണ്ടോ? മൂന്നാമതായി നമ്മുടെ ഭക്ഷണത്തിന് വല്ല ക്രമവുമുണ്ടോ? കഴിച്ചതിനുമേൽ കഴിക്കുക, അത് കഴിച്ചില്ലെങ്കിൽ പരാതിയാവുക. എന്തെല്ലാം സമ്മർദ്ദങ്ങളാണ് തീന്മേശയിൽ നടക്കുന്നത്. ഭക്ഷണത്തിന്റെ മേലെ ഭക്ഷണം. അതുകൊണ്ട് അത്താഴാമു അലത്താഴാം, കഴിച്ചതിനു മേലെ കഴിക്കൽ നിന്റെ ആമാശയത്തിന് തകരാറാണ്. ഭക്ഷണം കഴിക്കുന്ന സമയത്തിന് ഇടയിൽ വെള്ളം കുടിക്കുന്നത് നിനക്ക് ആമാശയത്തിന് തകരാറാണ്. ഇമാം ഗസാലി തങ്ങൾ ഇതെല്ലാം വിശദീകരിച്ച് പറഞ്ഞതാണ്. ഇങ്ങനെ തീന്മേശയിലെ ഇസ്ലാം നമ്മൾ പാലിക്കുന്നവരെ വളരെ കുറഞ്ഞുപോയി. നമ്മുടെയൊക്കെ ആരോഗ്യമെന്ന് വലിയ പ്രതിസന്ധിയിലാണ്. ചിലർക്ക് ചായ കൊടുക്കുമ്പോ പറയും പഞ്ചസാര എന്റെ കയ്യിൽ തന്നെയുണ്ട്, വേണ്ട. ഈ നിലയിലായിപ്പോയില്ലേ എന്ന് നല്ലൊരു ശതമാനം ആളുകൾ. അള്ളാഹു അത്തരം രോഗങ്ങളെ തൊട്ട് കാവൽ തരട്ടെ. നിങ്ങൾ ആലോചിച്ചു നോക്ക്, വ്യാപകമായി ഇന്ന് ആരോഗ്യ സുരക്ഷ നഷ്ടപ്പെട്ടു പോയ കാലമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിന്ന് തിരുചര്യ അകന്നു നിൽക്കുകയാണ്. അതുകൊണ്ടല്ലേ ഇങ്ങനെയെല്ലാം വരുന്നത്. ഹാഫിള് അലാ സുനനിൻ വആസാരിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യകളെ കൃത്യമായി നമ്മൾ ജീവിതത്തിൽ പുലർത്തണം. അത് ഭൗതിക രക്ഷയ്ക്കും ആത്മീയ രക്ഷയ്ക്കും ആവശ്യമാണ്. എല്ലാ രക്ഷയുടെയും നേതാവാണ് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. കാരണം എന്തേ? സായിലോ ദാമൻ സഖി കാ ദാമലോ कुछ न कुछ इनाम हो ही जाएगा, याद अब रो करके तड़पो बुलबुलो, टुकड़े टुकड़े दाम हो ही जाएगा, मुफलिसो उनकी गली में जा पड़ो, बाग़े खुल्द इकराम हो ही जाएगा. കൈവലഞ്ഞവരെ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഴിയിൽ പോയിരുന്നോ? നിങ്ങൾക്ക് മനോഹരമായ തോട്ടങ്ങൾ ലഭിക്കുമേ. ഇതുപോലെ എത്രയെത്രയാണ് നബിതങ്ങളിലൂടെ ലോകത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ദാനങ്ങൾ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുചര്യകളെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരികയും നമ്മുടെ മക്കൾക്കത് കൃത്യമായി അനുശീലിപ്പിക്കുകയും ചെയ്താൽ എന്നത്തേക്കുമുള്ള രക്ഷയാണ്. ഒരു സംഭവം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ സംഭാഷണം നിർത്തുകയാണ്. പ്രിയമുള്ളവരെ, അറിയുമോ,
നമ്മുടെ വീട്ടിൽ നല്ല ദീനീയായ ബോധമുണ്ടാകണം. ഇന്ന് നമ്മുടെ മക്കൾക്ക് തിരുനബിതങ്ങളെ അറിയുന്നില്ല, അവിടുത്തെ തിരുചര്യകളെ മനസ്സിലാവുന്നില്ല, ശ്രേഷ്ഠ ജീവിതത്തിന്റെ വഴികൾ അവര് മനസ്സിലാക്കുന്നില്ല. അവരേതൊക്കെയോ ലോകത്ത് ജീവിക്കുകയാണ്. കണ്ടില്ലേ, അബൂ യസീദുൽ ബസ്താമി റളിയല്ലാഹു അൻഹു ചെറിയ കുട്ടിയാണ്. അതാ കുട്ടിപ്രായത്തിൽ അബൂ യസീദുൽ ബസ്താമി തങ്ങളുടെ കുട്ടിപ്രായമാണ്. അങ്ങനെ മദ്രസയിൽ ഓതിക്കൊണ്ടിരിക്കുകയാണ്. വലമ്മ വസല, ആ മകൻ, ആ കുട്ടി സൂറത്തുൽ മുസമ്മിൽ എത്തിയപ്പോ യാ അയ്യുഹൽ മുസമ്മിലു ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ എന്ന സൂറത്തങ്ങ് പഠിച്ചപ്പോ വാപ്പയോട് വന്ന് ചോദിക്കുകയാണ്, മൻ ഹാദല്ലദീ അമറഹുല്ലാഹു തആല ബിഖിയാമിൽ ലൈലി, ഇതാരോടാണ് ഉപ്പാ ഖുർആനിലൂടെ അല്ലാഹു തആല പറയുന്നത് രാത്രിയിൽ നിന്ന് നിസ്കരിക്കാൻ? ഫഖാല, അപ്പോഴവിടുന്ന് പറയാണ്, യാ ബുനയ്യ, പൊന്നമോനെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ് പറയുന്നത്. ചോദിച്ചു, ഫലിമ ലാ തഫ്അൽ കമാ ഫഅല മുഹമ്മദുൻ റസൂലുള്ളാഹ്, എന്നിട്ടെന്തേ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് രാത്രി നിസ്കരിക്കും പോലെ ഉപ്പ അവിടുന്ന് നിസ്കരിക്കാത്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രി നിസ്കരിക്കുന്നത് പോലെ എന്തേ നിസ്കരിക്കാത്തത്? ഉടനെ അവിടുന്ന് പറയാണ്, മോനെ, ദാക അംറുൻ ശറഫല്ലാഹു ബിഹി മുഹമ്മദൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആദരിച്ചുകൊണ്ട് നൽകിയ കൽപ്പനയാണ്. കുറെ ദിവസം കഴിയുമ്പോ ഈ മോൻ അവിടുന്ന് ഓതുകയാണ്. ഫലമ്മാ ഖറഅ, ആ മകൻ ഓതിയപ്പോൾ വതായിഫതും മിനല്ലദീന മഅക് എന്ന ആയത്തോതിയപ്പോ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, യാ അബതി മൻ ഹൗലായി, ഇവരാരാണ് ഒപ്പാ? നബി തങ്ങളുടെ കൂടെ നിന്ന് നിസ്കരിക്കുന്ന ഒരു വിഭാഗം ആളുകൾ അവരാരാണ്? അപ്പോഴവിടുന്ന് പറഞ്ഞു, മോനെ, അസ്ഹാബു മുഹമ്മദിൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് നബി തങ്ങളുടെ സ്വഹാബിമാരാണ്. ഫലിമ ലാ തഫ്അൽ കമാ ഫഅലു, ആ സ്വഹാബത്ത് ചെയ്യും പോലെ എന്തേ ചെയ്യാത്തത്? ഖാല, അപ്പ പറയാണ്, യാ ബുനയ്യ, പൊന്നമോനെ, ഖവ്വാഹുമുല്ലാഹു അലാ ഖിയാമിൽ ലൈലി, അവർക്ക് രാത്രി നിസ്കരിക്കാൻ അല്ലാഹു ശക്തി നൽകിയിട്ടുണ്ട്. ഉടനെ പറയാണ് ഈ മകൻ, യാ അബതി, അല്ലയോ അപ്പാ, ലാ ഖൈറ ഫീമൻ ലാ യഖ്തദി മുഹമ്മദിൻ വഅസ്ഹാബിഹി, നബിതങ്ങളെയും സ്വഹാബത്തിനെയും അംഗീകരിക്കാത്ത, അനുകരിക്കാത്ത ആളുകൾക്ക് ഖൈറില്ല. അപ്പോൾ വാപ്പ അവിടുന്ന് രാത്രി നിസ്കരിക്കാൻ തീരുമാനിക്കുകയാണ്. കുറെ ദിവസം കഴിഞ്ഞപ്പോൾ മകൻ വന്നുകൊണ്ട് ചോദിക്കുന്നു, ഉപ്പാ, എന്തേ എന്നെ ഒന്ന് രാത്രി തഹജ്ജുദ് നിസ്കരിക്കാൻ വിളിക്കാത്തത്? ഉടനെ പറഞ്ഞു, യാ ബുനയ്യ ഇന്നക സ്വഗീർ, മോൻ ചെറിയ കുട്ടിയല്ലേ. അപ്പോഴീ മകന്റെ ചോദ്യമാണ്, അല്ലയോ ഉപ്പാ, ഇദാ ജമഅല്ലാഹുൽ ഖലായിഖ യൗമൽ ഖിയാമത്തി വഅമറ അസ്ഹാബൽ ജന്നതി ഇലൽ ജന്ന, നാളെ ജനങ്ങളെ മുഴുവനും ഹാജരാക്കിയിട്ട് സ്വർഗത്തിലേക്കുള്ളവരെ സ്വർഗത്തിലേക്ക് വിടുന്ന നേരത്ത് ഞാൻ അല്ലാഹുവിനോട് പറയും, അഖൂലു യാ റബ്ബ്, അല്ലയോ റബ്ബേ, അറത്തു സ്വലാത്ത ബില്ലൈലി ഫമനഅനി അബീ, ഞാൻ തഹജ്ജുദ് നിസ്കരിക്കാൻ ഉദ്ദേശിച്ചിട്ട് എന്റെ വാപ്പ തടഞ്ഞതാണേ എന്ന് ഞാൻ അല്ലാഹുവിനോട് പറയും ഉപ്പാ. അപ്പോൾ വാപ്പ പറയാണ്, ഖും ഫസല്ലി ബില്ലൈൽ,
മോൻ എഴുന്നേറ്റ് നിസ്കരിച്ചോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യയെ ചെറുപ്പത്തിലെ പാലിച്ചതിന്റെ പേരിൽ അബൂ യസീദ് തങ്ങൾ ആത്മീയ ചക്രവാളത്തിലെ വലിയ നേതാവായി. നമുക്കിന്ന് നബിചര്യകൾ ശീലിപ്പിക്കാൻ നേരമില്ല. നമ്മുടെ മക്കളെ നിസ്കരിപ്പിക്കാൻ പ്രയാസമാണ്. സുബഹിക്ക് വിളിക്കാൻ മടിയാണ്. പരീക്ഷയാണെങ്കിൽ 4 മണിക്ക് വിളിക്കാൻ റെഡിയാണ്. സുബഹി നിസ്കരിക്കാൻ വിളിക്കാൻ നമുക്ക് മടിയാണ്. കാരണം യുഹിബ്ബൂനൽ ആജില വയദറൂനൽ ആഖിറ. അവര് ദുനിയാവിനെ ഇഷ്ടപ്പെക്കുകയാണ്, ആഖിറത്തെ അവരെ പരിഗണിക്കാതിരിക്കുകയാണ്. ഈ സമയത്ത് എനിക്ക് എന്നോടും നിങ്ങളോടും പറയാനുള്ളത്, ഇത് ലാ ദലീല അലാ ത്വരീഖി ഇലൽ ഇലാഹ് ഇല്ലാ മുതാബഅത്തുർ റസൂലിൽ മുക്മില ഫി ഹാലിഹി വഫആലിഹി വമഖാലിഹി വതതബ്ബഅൻ വതാബിഅൻ ലാ തഅദില. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുചര്യകളെ ജീവിതത്തിലേക്ക് പകർത്തിയിട്ട് അള്ളാഹുവിന്റെ പ്രീതി നേടാൻ ഒരുങ്ങുകയല്ലാതെ വേറെ ഒരു മാർഗവും നമ്മുടെ മുമ്പിലില്ല. അതുകൊണ്ട് വരണേ ഇലാ റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നബി ജീവിതത്തിലേക്ക്, തിരുജീവിതത്തിലേക്ക് നമ്മളെല്ലാം വരണം. ഒരൊറ്റ സംഭവം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എല്ലാ സഹോദരങ്ങളും എഴുന്നേറ്റ് നിൽക്കുമോ? ബഹുമാനപ്പെട്ട സയ്യിദുനാ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, അറിയില്ലേ ആരാണ് അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ? 4 മദ്ഹബിന്റെ ഇമാമുകളിൽ 4ാമത്തെ മഹാനാണ് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ ഒരു ദിവസം ദിജ്ലയിലേക്ക് കുളിക്കാൻ പോവുകയാണ്. അഥവാ ഇറാഖിലെ ബഗ്ദാദിലെ ജലാശയത്തിലേക്ക് കുളിക്കാൻ വേണ്ടി ചെല്ലുകയാണ്. ആ സമയത്ത് ബഹുമാനപ്പെട്ടവര് ആ പുഴയിൽ ഇറങ്ങിയിട്ട്, നദിയിൽ ഇറങ്ങിയിട്ട് കുളിക്കാൻ ഒരുങ്ങുമ്പോൾ ഉടുത്തു കുളിക്കാൻ ഒരുടുമുണ്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് എന്താണ്? നഗ്നമായി കുളിക്കാൻ പാടില്ല. അത് ഇസ്ലാമിന്റെ സുന്നത്താണ്, നബി തങ്ങളുടെ ചര്യയാണ്. ഞാൻ എന്ത് വേണം? ഈ ചര്യ ഒഴിവാക്കിയിട്ട് എന്റെ ഖമീസ് ഊരി വെച്ചിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങണോ? വേറെ ആരും പുറത്ത് കാണാനില്ല. വേണമെങ്കിൽ ഖമീസ് ഊരിയിട്ട് കരയിൽ വെച്ച് വെള്ളത്തിൽ ഇറങ്ങി മുങ്ങിക്കുളിക്കാം. അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ ആലോചിച്ചു, എന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യ എന്താണ്? അത് തുണി ഉടുത്തുകൊണ്ട് കുളിക്കലാണ്. നേരെ ഖമീസ് ഇട്ടുകൊണ്ട് തന്നെ വെള്ളത്തിലേക്ക് ഇറങ്ങി. കുളിച്ചു കയറിയപ്പോൾ ഉണക്കാൻ വഴിയില്ല. ഒരു പാറപ്പുറത്തിരുന്ന് വെയിലുകൊള്ളുകയാണ്. അതൊന്നുണങ്ങിക്കിട്ടാൻ വേറെ മറുതുണിയില്ല. അങ്ങനെ ഇരുന്ന് വെയില് കൊള്ളുമ്പോ മഹാനവറുകളങ്ങ് മയങ്ങിപ്പോയി. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് വിളിക്കുന്നു, ഓ അബൂ അബ്ദില്ലാഹ് അഹ്മദ് ബിൻ ഹംബലേ, നിങ്ങൾ എന്റെ സുന്നത്തിനെ മുറുകെ പിടിച്ച കാരണത്താൽ, നിങ്ങൾ അല്ലാഹുവിനോട് നാണം ഉണ്ടായ കാരണത്താൽ, പടച്ചവനോടുള്ള നാണമാണ് തുണിയുടുക്കാതെ ഇറങ്ങാൻ കഴിയാഞ്ഞത്. ആ നാണം നിങ്ങൾ പാലിച്ച കാരണത്താൽ, സുന്നത്തിനെ നിങ്ങൾ പരിപാലിച്ച കാരണത്താൽ ദീനിന്റെ 4ാം തൂണായി നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. നിങ്ങൾ തുടരപ്പെടുന്നയാളാണ്. നിങ്ങൾ തുടരപ്പെടുന്ന ആളാണ്. നിങ്ങൾ ഇമാമാണ്. വേറൊരു സംഭവം ഉദ്ധരിച്ച് ഇമാം ഖാദി അയ്യാദ് ശിഫയിൽ ഇതേ പരാമർശം പറയുന്നുണ്ട്. അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടേത് ഏതായാലും തുടരപ്പെടുന്ന ഇമാമായി അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ വരുന്നത് ഒരു സുന്നത്തിനെ പാലിച്ചതിനാലാണ്. ഇന്ന് പാൻസ് നുറുക്കിയിട്ട്
ചെറിയ കുപ്പായവും പാൻസും ധരിക്കുന്ന ആളുകൾ, ഔറത്ത് മറയ്ക്കുന്നതിൽ ശ്രദ്ധിക്കാത്ത യുവാക്കൾ, ചെറുപ്പക്കാർ, സഹോദരിമാർ, ഇതെല്ലാം ഇതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് നമുക്ക് നാളെ ജയിക്കാനും അല്ലാഹുവിലേക്ക് ചേരാനുമുള്ള ഏക വഴി അത് ഹബീബായ തങ്ങളോടുള്ള സ്നേഹമാണ്. അവിടുത്തെ സുന്നത്ത് പാലിച്ച് ചര്യകൾ അനുസരിച്ച് മഹബത്ത് വെക്കുന്ന നല്ലവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ഞങ്ങളെ മുഴുവനും നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഹിബ്ബീങ്ങളിൽ പെടുത്തണേ അല്ലാഹ്. ഒരു 3 സ്വലാത്ത് ചൊല്ലി ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. എനിക്ക് വേറൊരു സ്ഥലത്തും കൂടി പരിപാടി ഉള്ളത് കൊണ്ടാണ് ഞാൻ വേഗം നിർത്തുന്നത്. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും എല്ലാ സംഗമങ്ങളും അല്ലാഹു കബൂലാക്കട്ടെ. ഞാൻ ഇവിടെ നേരത്തെ തുടങ്ങി കുറച്ചധികം നേരം പറഞ്ഞിട്ട് പോകാമെന്ന് കരുതി മഗ്‌രിബിന് തന്നെ എത്തിയിരുന്നെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ എത്തിപ്പെടാൻ കഴിയാത്തത് കൊണ്ട് നിങ്ങൾ വൈകിപ്പോയതാണ്. കച്ചവടങ്ങളും ജോലികളും ഒക്കെ ചെയ്യുന്നവർക്ക് ചിലപ്പോൾ അങ്ങനെ വേഗം എത്താൻ കഴിയണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾ കുറ്റക്കാരൊന്നുമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ മജ്‌ലിസും കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മെ എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഹിബ്ബീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. സഹോദരന്മാരെ, ഇവിടെ ഒരു ഇസ്ലാമിക് സെന്ററിന് വേണ്ടിയുള്ള സ്ഥലം അതിന് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടെന്ന് സംഘാടകർ പറഞ്ഞു. അതിലേക്ക് ഇനിയും ഏകദേശം 8 ലക്ഷത്തോളം രൂപ വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിക്കുന്നവർക്കെല്ലാം ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. ഇവിടെ പ്രിയമുള്ള സഹോദരന്മാരെ, ഒരു സ്ക്വയർ മീറ്റർ സ്ഥലത്തിന് 2700 രൂപയാണ്. ഒരു സ്ക്വയർ മീറ്റർ സ്ഥലം, അതായത് നമ്മുടെ സെന്ററിന് വേണ്ടി വാങ്ങിയിട്ടുള്ള സ്ഥലം. അവിടെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നല്ല ഒരു കേന്ദ്രം വരണം. അർഹമുർ-റഹീമായ റബ്ബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്ത് കൊണ്ട്, അവിടുത്തെ സുന്നത്ത് പറഞ്ഞ മജ്‌ലിസിന്റെ മഹത്വം കൊണ്ട് അല്ലാഹുവേ ഞങ്ങളുടെ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ റഹ്മാനെ. ജാരിയായ ഒരു സദഖയായി ഇതിലേക്ക് സഹായിക്കുന്നവരുടെ സദഖകളെ മുഴുവനും നീ സ്വീകരിക്കണേ റഹ്മാനെ. ഖിയാമത്ത് നാൾ വരെ നിന്റെ പരിശുദ്ധമായ ദീന സുന്നത്ത് ജമാഅത്തിന്റെ നേതൃപരമായ കാര്യങ്ങൾക്ക് ഒരുമിച്ച് കൂടാനും പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനുമുള്ള ഒരു കേന്ദ്രമായി ആ സ്ഥലത്ത് നിർമ്മിക്കുന്ന കെട്ടിടം നീ ആക്കിയിട്ട് ഈ നാട്ടിലെ സുന്നത്ത് ജമാഅത്തിന്റെ ചൈതന്യം വർദ്ധിപ്പിക്കാൻ ഈ കേന്ദ്രം ഒരു കാരണമാക്കണം റഹ്മാനെ. ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ബിനൂരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു 10 സ്ക്വയർ മീറ്ററിന് 27,000 രൂപയാവും. പ്രിയമുള്ളവരെ, ഒരു 10 സ്ക്വയർ മീറ്റർ നാളെ എനിക്ക് സ്വർഗത്തിൽ തുല്യമായ പ്രതിഫലം അല്ലാഹു തആല നൽകണം എന്ന നല്ല ഒരു പ്രതീക്ഷയോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്തിന്റെ ഖൽബിൽ ഒന്ന് നിറയ്ക്കണം. നാളെ മദീനത്തെത്തണം. ഹബീബായ തങ്ങളെ സിയാറത്ത് ചെയ്യണം. ഒരു തവണയെങ്കിലും ആ തങ്ങളെ ഒന്ന് കാണണം. അവിടുത്തെ ചര്യ എന്റെ ജീവിതത്തിൽ നന്നായി വരണം എന്ന നല്ല നീയത്തോടെ ഈ മജ്‌ലിസിൽ അത് ഏറ്റെടുത്ത് സഹായിക്കുന്നവരെ മുഴുവനും നീ സഹായിക്കണം റഹ്മാനെ. അവരുടെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണം റഹ്മാനെ. ആരെങ്കിലും ഒരാളുണ്ടോ ഒരു 10 സ്ക്വയർ മീറ്റർ അതിലേക്ക് തുടങ്ങിത്തരാൻ? ഇൻഷാ അല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്ത് പറഞ്ഞ ഈ മജ്‌ലിസിൽ വെച്ച് ഒരു 10 സ്ക്വയർ മീറ്റർ ആരെങ്കിലും ഒരാളൊന്ന് തുടങ്ങിത്തരാൻ? ഉസ്മാൻക. അല്ലാഹുവേ നീ കബൂലാക്കണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങളാരും ഒന്നും തിരിച്ചു കൊടുക്കാൻ കഴിവുള്ളവരല്ല. അവരുടെ സദുദ്ദേശങ്ങൾ നീ സഫലമാക്കണേ റഹ്മാനെ. ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ റഹ്മാനെ. ആരോരും സഹായിക്കാനില്ലാത്ത ഖബറിലും പരലോകത്തും ഈ നൽകിയ സംഭാവന നീ ഒരു കാവലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഇതിന്റെ ബറക്കത്ത് കൊണ്ട് കുടുംബത്തിലും മക്കളിലും കുടുംബ ജീവിതത്തിലും എല്ലാം നീ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹുവേ, ഇത് നന്മയുടെ ത്രാസിൽ തൂങ്ങുന്നതും നാളെ ഖബറിൽ കിടന്നാലും ജാരിയായ ഒരു സദഖയായി അദ്ദേഹത്തിൽ നിന്ന് നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ കബൂൽ ചെയ്യണേ അല്ലാഹ്.
ഇനി ആരെങ്കിലും ഉണ്ടോ? ഒരു 10 സ്ക്വയർ മീറ്റർ അതിലേക്ക് വാഗ്ദാനം ചെയ്ത് തരാൻ പറ്റുന്നവര്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സമ്പത്തിലും കുടുംബത്തിലും എല്ലാ ഐശ്വര്യം നൽകുമാറാകട്ടെ. പ്രിയമുള്ളവരെ, മറ്റേതെങ്കിലും പോലെയല്ല, ഇത് ഭൂമി അള്ളാഹുവിന്റെ മാർഗത്തിൽ വാങ്ങിക്കൊടുക്കുന്നതാണ്. ഒരു ജാരിയായ സദഖയാണ്. മരിച്ചാൽ എല്ലാം മുറിയും. 3 കാര്യങ്ങൾ ഒഴികെ സദഖത്തുൻ ജാരിയ, ആ തുടർന്നുകൊണ്ടിരിക്കുന്ന സദഖ, ഇന്ന് കൊടുത്ത് ഇന്ന് തീരുന്നതല്ല, അത് നിതാന്തമായി നിലകൊള്ളുന്നതാണ്. അതുകൊണ്ട് ആ നല്ല ഒരു ധർമ്മത്തിന്റെ വഴിയിൽ നിങ്ങളൊക്കെ സഹായിക്കണം. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഇപ്പൊ ഉടനെ തരേണ്ട, 1 മാസത്തിനുള്ളിൽ നിങ്ങൾ സംഘടിപ്പിച്ചു കൊടുത്താലും മതി. ആരെങ്കിലും ഒരാളുണ്ടോ? ഒരാളും കൂടി, ഒരു 3 ആള് മൊത്തം ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് രണ്ടാമതൊരു 10 സ്ക്വയർ മീറ്റർ തരാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ ഈ മജ്ലിസിൽ? അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ് മഖാസിദനാ വഗ്ഫിർ ലനാ മാ മളാ യാ വാസിഅൽ കറമി. പ്രിയമുള്ളവരെ, ഏക്കർ കണക്കിന് സ്ഥലം ഈ ദുനിയാവിലിട്ടിട്ട് മരിച്ചു പോകുമ്പോ നിങ്ങളുടെ കൂടെ വരാനുള്ള സ്ഥലമാണിത്. ഇത് അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നു. നമ്മുടെ കൂടെ ഖബറിലേക്ക് വരാനുള്ളതാണ്. പരലോകത്ത് അനുഗ്രഹമായി എത്താനുള്ളതാണ്. അള്ളാഹുവേ, ഈ നൽകുന്ന സംഭാവനകളെ നീ കബൂലാക്കണേ റഹ്മാനെ. അതിന്റെ എല്ലാ ഖൈറും ബറക്കത്തും നീ നൽകണേ അല്ലാ. ബിനൂരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെങ്കിലും ഉണ്ടോ? ഒരാളും കൂടെ ഒരു 10 സ്ക്വയർ മീറ്റർ അതിലേക്ക് തരാൻ പറ്റുന്നേ? ചിലപ്പോൾ വലിയ സംഖ്യയൊന്നും തരാൻ പറ്റാത്ത സാധുക്കളായ ആളുകൾ വഅദ് കേൾക്കുന്നുണ്ടാവും. അവരാരും വിഷമിക്കണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ മജ്ലിസും കബൂലാക്കി തരുമാറാകട്ടെ. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും അല്ലാഹു തആല ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ജാരിയായ സദഖയിൽ പങ്കുചേരാനുള്ള ഈ നല്ല അവസരം, അൽഹംദുലില്ലാ, എത്രയോ മുഅ്മിനീങ്ങൾ നമ്മുടെ നാട്ടിലെ പള്ളിക്കും മദ്രസയ്ക്കും ദീനീ സ്ഥാപനത്തിനും വലുതും ചെറുതുമായ സംഭാവനകൾ നൽകുന്നവരുണ്ട്. എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഇത്തരം സംരംഭങ്ങളിൽ സഹായിക്കുന്നവരെയും ഞങ്ങളെയും നീ മാരകമായ രോഗങ്ങളിൽ നീ കാവൽ നൽകണേ റഹ്മാനെ. ഒരു രോഗമുണ്ടായാൽ ഡോക്ടർ പറയുമ്പോ എത്രയോ ലക്ഷങ്ങളാണ് എണ്ണേണ്ടി വരുന്നത്. അത്തരം മാരകമായ രോഗങ്ങൾ, പ്രയാസങ്ങളെ തൊട്ട് നീ കാക്കണേ അല്ലാ. ഇത് ഞങ്ങൾക്ക് രോഗങ്ങൾ, പ്രയാസങ്ങളെ തൊട്ടൊരു കാവലാക്കണേ റഹ്മാനെ. ബിനൂരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് കൂടുതൽ സമയങ്ങളോട് ചോദിക്കുന്നില്ല. ഒരു 3 സ്ക്വയർ മീറ്റർ തരാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? ഒരാണ്. ഇൻഷാ അല്ലാഹ്, അൽഹംദുലില്ലാ, അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. പേരെന്താ? ഹംസ ഹാജി. അല്ലാഹുവേ, നീ കബൂലാക്കണേ റഹ്മാനെ. നീ സ്വീകരിക്കണേ റഹ്മാനെ. അവരുടെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ആഫിയത്തും സിഹത്തും നൽകണേ റഹ്മാനെ. ഇനി ആരെങ്കിലും ഉണ്ടോ ഒരു 3 സ്ക്വയർ മീറ്റർ തരാൻ പറ്റുന്നത്? 3 സ്ക്വയർ മീറ്റർ ഏകദേശം 3 സ്ക്വയർ മീറ്റർ എത്ര വരിക? 8,100. പേരെന്താ? മുസ്തഫ അല്ലേ? അല്ലാഹുവേ, നീ കബൂലാക്കണേ റഹ്മാനെ. നീ സ്വീകരിക്കണേ റഹ്മാനെ. എല്ലാവിധ ഖൈറും ബറക്കത്തും നീ നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ ഓരോ മജ്ലിസുകളും നീ ഇജാബത്തുള്ള മജ്ലിസാക്കണേ റഹ്മാനെ. ബിനൂരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ആരെങ്കിലും ഉണ്ടോ ഒരു 3 സ്ക്വയർ മീറ്റർ തരാൻ പറ്റും? അൽഹംദുലില്ലാ. പേരെന്താ? ഹംസ. അല്ലാഹുവേ, നീ സ്വീകരിക്കണേ റഹ്മാനെ. നീ കബൂലാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ഓരോ മജ്ലിസുകളിലും ഇതുപോലെ നൽകുന്ന ആളുകൾ, അവരുടെ മക്കളെ നീ ആലിമീങ്ങളും സ്വാലിഹീങ്ങളുമാക്കണേ അല്ലാ. കുടുംബങ്ങളിൽ നീ ഐശ്വര്യം നൽകണേ അല്ലാ. ഇസ്സത്ത് നീ പ്രദാനം ചെയ്യണേ അല്ലാ. ഇനി ആരെങ്കിലും ഉണ്ടോ ഒരു 3 സ്ക്വയർ മീറ്റർ തരാൻ പറ്റുന്ന? ഒരു 3 സ്ക്വയർ മീറ്റർ ഇൻഷാ അല്ലാഹ് 8,100 റുപ്യ അല്ലേ? അബ്ദുൽ ഖാദർ. അല്ലാഹുവേ, നീ കബൂലാക്കണേ റഹ്മാനെ. നീ സ്വീകരിക്കണേ റഹ്മാനെ. എല്ലാവിധ ഐശ്വര്യങ്ങളും നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഞങ്ങളുടെ ഓരോ മജ്ലിസുകളും നിനക്ക് പൊരുത്തപ്പെട്ട മജ്ലിസാക്കണേ റഹ്മാനെ. ബിനൂരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സംഭാവന തരുന്നവരും അല്ലാത്തവരും എല്ലാം ദുആ കഴിഞ്ഞിട്ടേ പോകാവൂ. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്ത് വേഗം ഇവിടുന്ന് പിരിയും. ഇനി ആരെങ്കിലും ഉണ്ടോ? ഇൻഷാ അല്ലാഹ്. ഇനി പ്രിയമുള്ളവരെ, കൂടുതൽ സമയങ്ങളോട് ചോദിക്കുന്നില്ല. 1 സ്ക്വയർ മീറ്റർ തരാൻ പറ്റുന്ന ആളുകളൊക്കെ ഇതിലേക്ക് പങ്കാളികളായാൽ
പ്രിയമുള്ളവരെ, നമുക്ക് ജാരിയായ ഒരു സദഖ നമ്മുടെ മഹത്തായ സുന്നത്തി ജമാഅത്തിന്റെ കേന്ദ്രത്തിന് വേണ്ടി ഒരു 2700 രൂപ ഒരു സ്ക്വയർ മീറ്റർ ഇൻഷാ അല്ലാഹ് അത് നൽകാൻ പറ്റുന്നവരൊക്കെ ആരാ ഒന്ന് തുടങ്ങുക. ഇൻഷാ അല്ലാഹ് ഒരു സ്ക്വയർ മീറ്റർ അതിലേക്ക് തരാൻ പറ്റുന്നവരൊക്കെ ഒന്ന്. മുസ്തഫ സുഹരി വാപ്പാന്റെ പേരിൽ ഒരു സ്ക്വയർ മീറ്റർ. അല്ലാഹുവേ നീ ഖബൂലാക്കണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ, ഞങ്ങളുടെ എല്ലാ മജ്ലിസുകളും നിനക്ക് പൊരുത്തപ്പെട്ടതാക്കണേ റഹ്മാനെ. ഇനി ആരെങ്കിലും ഒരു സ്ക്വയർ മീറ്റർ നമുക്ക് കുറെ ആൾക്ക് ചെയ്യാൻ പറ്റുന്നതാണല്ലോ. പേരെന്താ? യൂസുഫ്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ റഹ്മാനെ, നീ ഖബൂലാക്കണേ റഹ്മാനെ. അത് അവിടുന്ന് ഒരു സഹോദരൻ. പേരെന്താ? ചെയ്തലവ്യ. ഹംസ. ഈ ഭാഗത്ത് പിന്നെ ഹംസമാരാണ് കൂടുതലുള്ളത്. അർഹമുറാഹിമായ റബ്ബേ നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ, നീ ഖബൂലാക്കണേ റഹ്മാനെ, നീ ഇസ്സത്തിലാക്കണേ റഹ്മാനെ. ഇനി ആരെങ്കിലും ഉണ്ടോ? ഒരു സ്ക്വയർ മീറ്റർ 2700 രൂപ ഇൻഷാ അല്ലാഹ് നൽകാൻ പറ്റുന്നവരൊക്കെ നമ്മുടെ ഉസ്താദുമാരുടെ പേര് കൊടുക്കുക. ഒരുമിച്ച് നമ്മൾ ദുആരക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ മജ്ലിസും ഖബൂലാക്കുമാറാകട്ടെ. ഒരു 2-3 വളണ്ടിയർമാർ അങ്ങ് സദസ്സിലേക്ക് ഇറങ്ങിയാൽ സഹോദരിമാർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. എന്റെ പേരിൽ ഒരു സ്ക്വയർ മീറ്റർ സ്ഥലം അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാനിതാ കൊടുക്കുന്നു. അത് നാളെ മഹ്ശറിൽ എനിക്ക് വെളിച്ചം കിട്ടാനാണ്, പരലോകത്ത് എനിക്ക് മോക്ഷം കിട്ടാനാണ് എന്ന നല്ല നിയത്തോടെ സഹായിക്കാൻ പറ്റുന്ന ഉമ്മമാരൊക്കെയും സഹായിക്കണം. അർഹമുറാഹിമായ റബ്ബ് ഖബൂൽ ചെയ്യുമാറാകട്ടെ. അബ്ബാസ് മുസ്ലിയാർ, അല്ലാഹുവേ നീ സ്വീകരിക്കണേ റഹ്മാനെ, നീ ഖബൂലാക്കണേ റഹ്മാനെ. അവിടുന്ന് ഒരു പ്രായമുള്ളൊരു ഉപ്പ, ഓരോ പേരെന്താ? മുഹമ്മദ് മുസ്ലിയാർ, ഒരു സ്ക്വയർ മീറ്റർ. അല്ലാഹുവേ നീ ഖബൂലാക്കണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ. കഴിവുള്ളവരൊക്കെ ഇതിലേക്ക് പങ്കാളികളാവുക. ഇൻഷാ അല്ലാഹ് 2-3 ഉസ്താദുമാര് നഗരിയിലേക്ക് വരും. നിങ്ങൾ കഴിയുന്നവരൊക്കെ ഒരു സ്ക്വയർ മീറ്റർ, ഉമ്മമാര് സഹോദരിമാര് നിങ്ങൾക്കും കഴിയും. 1-2 തവണയായി 2700 രൂപ ഒരു സ്ക്വയർ മീറ്റർ ഭൂമി അള്ളാഹുവിന്റെ മാർഗത്തിൽ വാങ്ങി എന്നേക്കുമായി നിങ്ങളുടെ പേരിൽ ഇൻഷാ അല്ലാഹ് നിലനിൽക്കും. അള്ളാഹു തആല ആഖിറത്തിൽ നമുക്ക് വലിയ പ്രതിഫലം നൽകുന്ന ജാരിയായ സദഖയുടെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു തആല കബൂലാക്കുമാറാകട്ടെ. റഹ്മുറാഹിമായ റബ്ബേ ഞങ്ങളെ നീ സ്വീകരിക്കണേ റഹ്മാനെ. പ്രിയമുള്ളവരെ, നിങ്ങളെല്ലാം നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു സംഭാവന ഈ മജ്ലിസിലേക്ക് വേണ്ടി തരണം. ദുആ ചെയ്യ്. സലാത്തിനും ദുആയ്ക്കും ഇടക്ക് അള്ളാഹു നമ്മളെ കബൂൽ ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ബാപ്പുട്ടി സാഹിബ് മരണപ്പെട്ടു പോയ പിതാവിന്റെ പേരിൽ 1 സെന്റ് അല്ലാഹുവേ നീ സ്വീകരിക്കണേ റഹ്മാനെ, നീ ഖബൂലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ അദ്ദേഹത്തിന്റെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാ. ആ ഉപ്പാന്റെ ഖബർ നീ സ്വർഗ്ഗത്തോപ്പാക്കണം അല്ലാ. അല്ലാഹുവേ പരലോകത്ത് നീ വലിയൊരു സംഭാവനയായി വെളിച്ചമായി ഖബറിൽ ഒരു സ്നേരം പോക്കായി ഇതിനെ നീ നൽകണേ റഹ്മാനെ. മരണപ്പെട്ടു പോയ ഞങ്ങളുടെ എല്ലാവരുടെയും പിതാക്കളുടെ ഖബറുകൾ നീ സ്വർഗ്ഗത്തോപ്പാക്കണം അല്ലാ. ഇൻഷാ അല്ലാഹ് സ്വലാത്തിൽ നിങ്ങളെ കൊണ്ട് കഴിയുന്ന സംഭാവന, ടൈം അധികം ഇല്ലാത്തതുകൊണ്ടാണ് എല്ലാവരും നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു മൈക്കിന് കൈ തരാൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل. വീട് പണി പെട്ടെന്ന് സ്ക്വയർ മീറ്റർ അല്ലാഹുവിനെ ഖബൂലാക്കണേ റഹ്മാനെ. എല്ലാവരും നിങ്ങളെ കൊണ്ട് കഴിയുന്നത് നൽകുക ഇൻഷാ അല്ലാഹ്. اللهم صل على محمد يا رب صل عليه وسلم. തങ്ങൾ കരിങ്കിലെത്താണ് 1 സ്ക്വയർ മീറ്റർ. അല്ലാഹു ഖബൂലാക്കുമാറാകട്ടെ. ഹക്കീം തങ്ങൾ 2 സ്ക്വയർ മീറ്റർ. അല്ലാഹുവേ നീ സ്വീകരിക്കണേ റഹ്മാനെ, നീ ഖബൂലാക്കണേ റഹ്മാനെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. സഹോദരങ്ങളെ, എല്ലാവരും ദുആ കഴിഞ്ഞിട്ടേ പോകാവൂ. അല്ലാഹു നമ്മുടെ മജ്ലിസ് ഖബൂലാക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. അല്ലാഹുവേ ഞങ്ങളുടെ ഈ മജ്ലിസും എല്ലാ മജ്ലിസുകളും നീ ഖബൂലാക്കണേ റഹ്മാനേ. അല്ലാഹുവേ ഞങ്ങളുടെ എല്ലാവർക്കും നീ ഈമാൻ വർദ്ധിപ്പിച്ചു തരണേ റഹ്മാൻ.